ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ? ഞാൻ വിചാരിച്ച മറ്റേ ഈ ഓഫ് റോഡ് കണ്ടപ്പോൾ നമ്മുടെ റാലി സീറ്റിൻ്റെ അല്ല, ഞാൻ അതിൻ്റെ ചോദിക്കാൻ അതിനെക്കാട്ടിൽ ഇതായിട്ട് ഞാൻ കുറേ ആയിട്ട് ഗാർഡനിൽ വീഡിയോ എടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്. പക്ഷേ നമ്മൾ ഗാർഡനിൽ അങ്ങനത്തെ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ സംസാരിക്കാം. അന്നൊരു സെക്കൻഡ് നാഗമ്പട്ടാറില്ല. ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അത് കുറച്ചങ്ങ് കുറഞ്ഞു. ഇപ്പൊ RTX ഒന്നുണ്ട്, അതിന്റെ ഇത് തീർന്നു തോന്നുന്നില്ല, ആൾക്കാരങ്ങോട്ടേക്ക് പോയി തോന്നുന്നില്ല. അതായത് എക്സ്പൾസ് ട്യൂട്ടനാണ് ഏറ്റവും ഹെയ്റ്റഡ് ആയിട്ടുള്ള എനിക്കത് ഇന്ത്യയിലെ ഒരു ബൈക്ക്. കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട വണ്ടി ഇരുചക്ര വാഹനത്തിൽ ഒരെണ്ണമാണ്. അതെ, ഇപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മളൊരു ശരിക്കും അതൊരു മോശം വാഹനമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ അതിനെ മോശമാക്കി മാറ്റിയതെന്ന് അറിയാനാണ് അതിന്റെ ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പൾസ് ട്യൂട്ടൻ ഇത്രയധികം വെറുക്കപ്പെട്ടത്? എഴുതിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്യൂട്ടൻ ഓണർ എന്ന നിലയിൽ ഒരു കൊല്ലം ആവാനായി. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യമായിട്ടൊരു മറ്റേ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് നോക്കിയൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ഇതാക്കണ്ടില്ല. അപ്പൊ ഞാൻ കുറെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസും കാര്യങ്ങളും കണ്ട് ആൾക്കാരുടെ പരാതികളും പരിഭവങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിനെ ഒരു 3 ലെവലിൽ ഞാൻ ഈ പ്രശ്നങ്ങളെ എഴുതിയിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിലും ഓരോ ലെവലിലുള്ള ഓരോന്നിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ ലെവൽ എങ്ങനെയാ? ഏറ്റവും ചെറുതീന്ന് വലുതിലേക്കാണോ ഉള്ളത്? അപ്പോൾ അതിൽ ലെവൽ 1 ജനറൽ പ്രോബ്ലം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജനറൽ പ്രോബ്ലം? ഇതെന്ന് പറഞ്ഞാൽ ഒരു ADV ബൈക്ക് എന്ന നിലയിലുള്ള വണ്ടിയിലെ പോരായ്മകളായിട്ടാണ് ഞാൻ ഇതിനെ കരുതിയിരിക്കുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് ആണ്. സീറ്റ് ഹൈറ്റ് ഓക്കെ. ഒരു ആവറേജ് ഇന്ത്യക്കാരനെ വെച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് സീറ്റ് ഹൈറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്ക് വരുന്നത് 835 എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, നമ്മളൊരു ആവറേജ് ഇന്ത്യക്കാരെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഹൈറ്റ് ഒരു ആവറേജ് ഇന്ത്യക്കാരുടെ ഹൈറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം. ആവറേജ് height of an Indian man എത്രയായിരിക്കും? 5'7" 5'6" ആയിരിക്കുമല്ലോ. 5'5" inches ആണ്. 5'5". അപ്പൊ ഞാൻ 5'6" ആണ്. പൊന്നന വണ്ടി പകുതിയല്ലേ കുത്താൻ പറ്റത്തുള്ളൂ? പകുതി എന്നല്ല, പകുതി എന്ന് പറയുമ്പോൾ അതെ. പക്ഷെ എൻ്റെ ഉപ്പൂറ്റി മുഴുവൻ എനിക്ക് ചവിട്ടി പിടിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഷൂ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കിട്ടും. പിന്നെ പൊതുവെ നമ്മൾ ഒരു കാല് മറ്റേ ഫുഡ് പെഗിൽ വെച്ച് ബാലൻസ് ചെയ്യുന്നോണ്ട് വലിയ വിഷയം. പക്ഷെ നമ്മൾ 2 ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇത് കുറച്ച് പേര് പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ സീറ്റ് ഹൈറ്റ് കൂടുതലാന്നുള്ളതാണ്. അതിനെപ്പറ്റി എന്താണ്, എന്തേലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ സീറ്റ് ഹൈറ്റ് എൻ്റെ ഒരു ഉയരത്തിന് എനിക്കത് ഞാൻ ആ വണ്ടി ആദ്യം നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വെച്ച് എനിക്ക് കാല് കുത്താൻ പറ്റൂല എന്ന്. പക്ഷെ പിന്നീട് അത് ഓടിച്ചതായപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിൽ കാണുന്നുള്ള വണ്ടി ഇരിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് സസ്പെൻഷൻ സാഗ് എന്നാണോ പറയുക, വണ്ടി ഒന്ന് കുറച്ചുകൂടെ താഴെ നമ്മൾ ഇരിക്കുമ്പോൾ കംപ്രസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വരും. കാണുന്ന പോലെ ഒരു വിഷയമല്ല. പക്ഷേ പിന്നെ വേറെ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ഉയരം വെവ്വേറെയാണ്. ചിലർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നീളം കൂടുതൽ, കാലിന് ഉയരം കുറവായിരിക്കും. ചിലർക്ക് കാലിന് നീളം കൂടുതൽ, ഇങ്ങോട്ട് ഉയരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഉയരം സെയിമാന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഇതിനെ കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഇതൊക്കെ സ്കില്ലിന്റെ ഒരു ഇതാണ്. അതെ, ഒരു ആവറേജ് 5'5" അല്ല, ഞാൻ അതാണ് അടുത്ത പറയാൻ വേണ്ടി വന്നേ. ഇപ്പോൾ ഉയരം ഇതാണ്, നമുക്ക് ആ വണ്ടി നമുക്ക് ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റും, ഏത് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് എങ്ങനെയും ബാലൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും. അടുത്ത പ്രശ്നം അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഓക്കെ, അടുത്തെന്താ ആൾക്കാർ പറയുന്ന ഒരു പരാതി, 200 വെച്ച് നോക്കുമ്പോൾ 210 വെയിറ്റ് കൂടുതലാണ്. 200 പറഞ്ഞ ഓടിച്ചിട്ടില്ല, ഒരു വട്ടം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വെയിറ്റ് ഉള്ള പോലെ തോന്നിയിട്ടില്ല? ഇല്ല, വെയിറ്റ് ഉള്ള പോലെ തോന്നിയിട്ടില്ല. 210 വെയിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴല്ല, നമ്മൾ എവിടെയെങ്കിലും വെച്ച് തിരിക്കുമ്പോഴാണ്, നിന്നിടത്തുനിന്ന് തിരിക്കുമ്പോഴാണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഉണ്ടെന്നല്ല, അതെന്താ പറയുക, ചില വണ്ടികൾക്ക് എന്താ പറയുക, നമ്മൾ ഓടിക്കുമ്പോൾ ഉള്ളൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, ഹാൻഡ്ലിങ്ങിനൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് നോക്കേണ്ടത്. എനിക്ക് അതാണ് തോന്നുന്നത്.
കാരണം അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ വണ്ടി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതുപോലെ പൊക്കി നേരെ നിർത്താൻ. അതിന്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആരോഗ്യം ഇല്ലാത്തതിൻ്റെയാണ്, അല്ലെങ്കിൽ മര്യാദക്ക് വണ്ടി എടുക്കാൻ അറിയാത്തതിന്റെ വിഷയമാണ്. നമുക്ക് ഇപ്പൊ വണ്ടി മര്യാദ നല്ല രീതിയിൽ എടുക്കാറില്ല, നമുക്ക് ആരോഗ്യം വേണ്ടി വണ്ടി എടുത്ത് പൊക്കാൻ പറ്റും പെട്ടെന്ന്. വീണ് കിടന്നാൽ ഇപ്പൊ ഞാൻ 2 വട്ടം അന്ന് വണ്ടി വീണപ്പോൾ ഞാൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നില്ല, അടിച്ച് ഒറ്റ പൊക്കലൊക്കെ പൊക്ക് ചെയ്തേ. അതെന്ന് പറയും എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമല്ല. വെയിറ്റ് ഉണ്ടോ, ചെറിയൊരു വെയിറ്റ് ഉണ്ട്. വണ്ടി ഓടിക്കഴിയുമ്പോൾ വണ്ടി അതായത് തൂവൽ പോലെയാണ് പോവുക, ഒന്നും അറിയണ്ട. ഞാനിപ്പോൾ ഓടിച്ച വണ്ടികളിൽ എനിക്ക് ഏറ്റവും ലൈറ്റായിട്ട് വേറെ പ്രശ്നം ഈ സീറ്റ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് വണ്ടി വെയിറ്റ് കുറവാണെങ്കിലും സൈഡിലോട്ട് ചെരിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഹൈറ്റ് മൊത്തത്തിൽ വണ്ടി കൂടുതലായതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഹിമാലയനും ഇതിനെക്കാട്ടിലും വെയിറ്റ് ഉണ്ട്. ഹിമാലയൻ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹിമാലയന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് താഴെയാണ്. ഈ വണ്ടിയുടെ എന്താന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ എന്താ കുറച്ചുകൂടെ മേളിലായിരിക്കുന്നത്. നമ്മൾ മറ്റേ ടാങ്ക് ഊരിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ലായിരുന്നു. സാധനം ഇത് മേളിലാണ്. അപ്പോൾ കുറച്ച് കാരണം അത്ര ലിറ്റർ പെട്രോൾ മേളിൽ വരുമ്പോൾ വെയിറ്റ് കൂടും. പക്ഷേ ഈ പറഞ്ഞൊരു പരാതിക്കനുസരിച്ചുള്ള ഒരു വെയിറ്റ് അത് വണ്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ആൾക്കാരുടെ ഇത് ഹീറ്റ്, ചൂട്. ഇതിന് ഞാൻ തലവെച്ച് കൊടുക്കില്ല. ഇതിനൊരു 1500 തവണ പറഞ്ഞ. പക്ഷേ ഹീറ്റ് ഉണ്ട് വണ്ടിക്ക്. വണ്ടി അതായത് ചൂടാകും. ഒരു എയർ കൂൾഡ് എഞ്ചിൻ വണ്ടിയുള്ള എഞ്ചിൻ ഓടിക്കുന്ന ആൾക്കാർക്ക് നോർമൽ അല്ല, ബിഗ് സിംഗിൾ ഓടിക്കണം. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ചൂടൊന്നും ഒരു ചൂടല്ല. അതെ, അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം തരില്ല. ചൂട് പറ്റാത്തൊരു വണ്ടി വാങ്ങണ്ട, സഹിച്ചോളുക, അത്രേ ഉള്ളൂ. അതെ, വണ്ടിക്ക് ചൂടുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ശീലമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ചൂടാണെങ്കിൽ കാലൊന്ന് കുറച്ചിങ്ങോട്ടേക്ക് എത്തി കൊടുത്താൽ മതി. ഇനി അടുത്തത്, അപ്പോൾ അതാണ് ജനറൽ പ്രോബ്ലം ആയിട്ട് ഈ കോമൺലി ആൾക്കാർ പറയുന്ന ഇപ്പോഴും ആൾക്കാർ ചൂടിനെ പറ്റി പറയുന്നുണ്ട്, റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അത് അവര് കാര്യമായതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾക്കും തോന്നിയത് അത് ഒരു സ്പെസിഫിക് സ്ഥലത്തേക്കാണ് ആ ചൂട് വരുന്നത്. അതുകൊണ്ടായിരിക്കും പലർക്കും നമ്മൾ ഇതിനു മുമ്പും ഇതേ കാര്യങ്ങൾ പലതവണ ഇതേ പറ്റി പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇത് വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്കൊരിതുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഇത് റേഡിയേറ്റർ ഇടതുവശത്ത് ഇരിക്കുന്നത്, അതിൻ്റെ സാധനം എക്സോസ്റ്റ് ആ വഴിക്കാണ് വിട്ടിരിക്കുന്നത്. അത് വേണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി അതിനകത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് കയറ്റി വെച്ച് നേരെ താഴേക്ക് ആക്കാൻ പറ്റുന്ന കേസുള്ളൂ. കാരണം ആ ഫെയറിങ് ഊരിയ പറ്റുമെന്നാണ് എനിക്ക് അന്ന് ഊരിയപ്പോൾ തോന്നിയത്. ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്തു നോക്കാം. പക്ഷേ ആ ചൂട് വണ്ടിയുടെ ഒരു ചൂടായിട്ട് അങ്ങനെ ചൂടല്ല. ആ വണ്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെവ് ചെയ്യുന്ന സമയത്ത്, ഹൈ റെവ് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു കുറച്ച് സെക്കൻഡത്തേക്ക് ഓപ്പൺ ആവുള്ളൂ. അത് ഫുൾ ടൈം കിടന്ന് കറങ്ങി ചൂടായിക്കൊണ്ടിരിക്കുകയല്ല. നമ്മുടെ ഹിമാലയനെ വെച്ച് നോക്കും, ഹിമാലയൻ്റെ ഒരു ചൂട് എന്ന് പറയുന്നത് ഫുള്ള് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഓടിപ്പോയിട്ട് ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തൊട മുഴുവൻ പൊള്ളിയൊരു പരിവാകും. അപ്പോൾ അതൊരു ചൂടല്ല, ആ ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇത് പരിഹരിക്കണമെങ്കിൽ ആ പാനൽ ഊരിയിട്ട് ഏതെങ്കിലും കുറച്ചുകൂടെ ചൂടിന് കുഴപ്പം പറ്റാത്ത പ്ലാസ്റ്റിക് വെച്ചിട്ട് ആ സാധനം താഴേക്ക് റീറൗട്ട് ചെയ്യാൻ പറ്റാൻ അവിടെ സ്പേസ് ഉണ്ട്. ഞങ്ങളന്ന് ഊരിയപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് ശ്രമിക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പരീക്ഷിക്കുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തത്, അപ്പോൾ ജനറൽ പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ലെവൽ 2 വെച്ച് പേരിട്ടിരിക്കുന്ന ഫിക്സബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പരിഹരിക്കാൻ പറ്റും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതിലേറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് ഷിമ്മിൻ്റെ നോയ്സ്, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന ടാപ്പറ്റ് നോയ്സ് എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്ന് ഒച്ച വരും, ഹെഡിൽ നിന്ന്. അതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 210 ഇത് വെച്ചിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് അതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത്, ഇപ്പം ഇറങ്ങുന്ന 210 വേറൊരു ഡിസൈൻ ഹെഡാണ് ഇരിക്കുന്നതെന്നാണ് കേട്ടത്. ഷിംസ് മാറ്റിയാണ് എന്താ അതിന്റെ മാറിയെന്നാണ് പറഞ്ഞു കേട്ടത്. അതിന്റെ ഇത് ക്വാളിറ്റി മാറിയോ? ഡിസൈൻ മാറിയെന്നോ? അല്ലാതെ ഡിസൈൻ മാറുന്ന വെച്ചാൽ മൊത്തത്തിൽ മറ്റേലേക്ക് മാറിയോ? ക്യാം ഷാഫ്റ്റിലേക്ക് മാറിയോ? അല്ലെ മറ്റേ ടാപ്പറ്റിലേക്ക് മാറിയോ? അങ്ങനെ ഒരിക്കലും പറ്റില്ലല്ലോ. അതായത് ടാപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈല് ഇതെന്ന് പറയുമ്പോൾ ഒരിക്കലും DOHC സ്റ്റൈല് വണ്ടികളിൽ ഒരിക്കലും ടാപ്പറ്റ് സ്റ്റൈൽ ഇത് വെക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്നുള്ളത്. പിന്നെ അതുമല്ല, ഇത് ഹൈ റവിങ് ആയിട്ടുള്ള എഞ്ചിനല്ലേ, അപ്പോൾ ആ ഒരു ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴിയല്ല. അതിനാണ് ഷിംസ് വെക്കുന്നത്. അപ്പം ആ ഒച്ച എനിക്ക് തോന്നുന്നു അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പുതിയ വണ്ടി ആയതുകൊണ്ട് കമ്പനി പുതിയ ഹെഡാണ് മാറി. അപ്പൊ എന്തായാലും ആ പ്രശ്നം മാറി കാണുമായിരിക്കും.
പക്ഷെ അതിന്റെ പുറകെ വരുന്ന വേറെ പ്രശ്നമുണ്ട്. അത് നമുക്ക് അവസാനം വേറെ ആരോടെ പറയാനുണ്ട് ഇതിന്റെ കൂടുതൽ. നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു സാധാ കേൾക്കുന്ന ഒച്ച അല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള ഒച്ച കേൾക്കുന്നില്ല. ഇനി അനാവശ്യമായിട്ടുള്ള ഒച്ച കേട്ടിട്ട് നമ്മൾ 5000 ആയോ? 5000 കിലോമീറ്റർ ആയി. എനിക്ക് വണ്ടിയിൽ പെർഫോമൻസിനൊന്നും കുറവ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ നോക്കുന്നില്ല. ഇങ്ങനെ ഒച്ച കേൾക്കുന്ന ഒരു വേറെ വണ്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയൊരു ഒച്ചയായിട്ട് തോന്നൂല. അതാണ് വേറെ അതും കാര്യം. അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. അതായത് ഒച്ച പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ മാറ്റി തരും. ഈ മരം കൊത്തുന്ന പോലത്തെ ഒച്ചയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയി മാറ്റിക്കോളൂ, നോക്കിക്കോളൂ. ഭയങ്കര ഒച്ച തോന്നുന്നു. പെർഫോമൻസും കുറയുന്നുണ്ട് തോന്നുന്നു. നമുക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അടുത്തത് ഓവർ ഹീറ്റിംഗ്. ഓവർ ഹീറ്റ് നമ്മുടെ വണ്ടി അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ടില്ല. നമ്മുടെ വണ്ടി ആയിട്ടില്ല. നമ്മുടെ വണ്ടിയിലെ പ്രശ്നങ്ങളല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ ഈ പറയുമ്പോ ഞാനത് നമുക്ക് അതായത് ആൾക്കാർ ഈ സെയിം സംഭവം തന്നെ നേരത്തെ പറഞ്ഞ ഹീറ്റിന്റെ പ്രശ്നം തന്നെയാണ്. ഓവർ ഹീറ്റ് ഓവർ ഹീറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ നീ ആ ഹീറ്റ് ആണോ പറഞ്ഞത്? ആ ഹീറ്റ് തന്നെ അത് എന്റെ ഫിക്സബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നതിൽ അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നമുക്ക് പറ്റും. നീ ഓവർ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞാൻ മറ്റേ വണ്ടി എഞ്ചിൻ ഹീറ്റ് ആവുന്നുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ റേഡിയേറ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന് ഞാനത് പറയാൻ വേണ്ടി. അങ്ങനെ റേഡിയേറ്ററിന് കംപ്ലൈന്റ് അല്ല, ഓവർ ഹീറ്റിംഗ് എന്നുള്ള ഒരു ഇതാണ്. അല്ല, ഇതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഇപ്പോ നമ്മുടെ മോട്യൂളിന്റെയോ അല്ലെങ്കിൽ മറ്റേ എഞ്ചിനൈസിന്റെ എങ്ങാനും കൂളന്റ് സ്വാപ്പ് ചെയ്ത് നോക്കുക. അത് നല്ല വ്യത്യാസം ഉണ്ടാകും, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി. അതെ, അതൊക്കെ ഒരു പരിധി വരുള്ളൂ. പക്ഷെ ആ സാധനം ആ ഇടതുവശത്ത് ഇരിക്കുന്നോണ്ടും ആ എന്തായാലും ചൂട്. പിന്നെ അതിനും ഒരു പരിധി വരെ ഇതാക്കാൻ വരുന്നത് നല്ല ഗിയേഴ്സ് ഇട്ടാലും മതി. നല്ല റൈഡിങ് പാൻറ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടുള്ള നല്ല ജീൻസ്, കട്ടിയുള്ള ജീൻസ് ഒക്കെ ഇട്ട് എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം അടിക്കും എന്നുള്ളത്. അതായത് ആ ചൂട് വരുന്ന കാല് കുറച്ച് അകത്തി കഴിഞ്ഞാൽ ചൂട് പോകും. നമ്മുടെ ഇവിടെ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് വിഷയം വരുന്നത്. തട്ടി പോകാനായിട്ടൊരു അതുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത്. എന്റെ മനസ്സ് പറയുന്നു, ഇപ്പൊ ഒരു പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു പരിധി വരുന്ന ആലോചിക്കുക. ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിനെ നമുക്കതൊരു പ്രശ്നമാവില്ലല്ലോ. പിന്നെ അത് ശരിയാ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ പാനലിന്റെ ഉള്ളിൽ ആ ചൂട് വേറെ വഴിക്ക് റൗട്ട് ചെയ്ത് താഴേക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്ര അറിയാത്തിനകത്തൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതൊരു പ്രത്യേക ഒരു ഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഇതിന്റെ അണ്ടർബെല്ലിയിലൂടെ പുറത്തോട്ട് കളയുക. അതും പറ്റും. അതായത് ഈ വണ്ടിയുടെ വേണേൽ അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, ഇത് ഈ സൈഡിലേക്ക് അലയിരിക്കുന്നത് എന്തേലും അല്ല. ഇത് ഇങ്ങനെ താഴേക്ക്, ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ എഞ്ചിന്റെ അടിയിൽ കൂടെ നമ്മുടെ കാലിന്റെ ഇത് കൂടെ വിടാത്ത രീതിയിൽ ഒരു പൈപ്പ് പോലെ കിട്ടുകയും നടക്കും. ഭാവിയിൽ ചിലപ്പോ ഏതേലും ഇതൊക്കെ മറ്റേ 3D പ്രിന്റ് ഒക്കെ ചെയ്യുന്നവര് ചിലപ്പോ ഡിസൈൻ ഇറക്കുമായിരിക്കും. ഇനി അടുത്തത് LED ഹെഡ്ലൈറ്റ്. LED അതായത് മോശമാണെന്നുള്ളത് സത്യമാണ്. അത് നല്ല മോശമാണ്, അത് തെറ്റൊന്നുമില്ല. കാരണം അതായത് വേറെ വണ്ടി ഇല്ലെങ്കിൽ കാണും, വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നുമല്ല. അത് സത്യമാണ്. അപ്പൊ അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഓക്സിലൈറ്റ്. പിന്നെ വേറെ എന്താ പറയുക, ചെറിയൊരു ബീമാണ് ഇരിക്കുന്നത്, ചെറിയൊരു സാധനമാണ് ഇരിക്കുന്നത്. അതും നമ്മുടെ മറ്റേ ഇപ്പത്തെ ഇതനുസരിച്ചാന്ന് തോന്നും ഒരു സൈഡ് ഇതാണ്. നമ്മുടെ ഇപ്പുറത്തെ വലതുവശം കുറച്ച് താന്നായിരിക്കുന്നത്, ഡിമ്മായിട്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ? എന്താ നമ്മുടെ രാത്രി പോകും മറ്റേ ആർക്ക് കണ്ണിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആകെ ഒരു ചെറിയ കഷ്ണമുള്ളൂ. അതാണെങ്കിൽ ഒരു ചെറിയ ഇതിലേ കൂടെയാണ് പോകുന്നത്. കാണുമെന്ന് ചോദിച്ചാൽ കാണും, പക്ഷെ വലിയ കാഴ്ചയൊന്നും ഉണ്ടാവില്ല. മഴ എനിക്ക് തോന്നുന്നു അത് ഞങ്ങൾക്കും അതൊരു ഇതായിട്ടാണ്, കുറവായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മള് പൊതുവെ രാത്രി അതങ്ങനെ പോവാത്തോണ്ട് നമുക്ക് കുഴപ്പമില്ല. അതിന് പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലൈറ്റ് വെക്കുന്നതാണ്. നേരെ ഹെഡ്ലൈറ്റിന്റെ നേരെയല്ല, താഴെ. ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വെക്കേണ്ട ഒരു സാധനമാണ്. അത് അവിടെ ഹെഡ്ലൈറ്റിന്റെ താഴെ പറഞ്ഞു. അതെ, ഇത് ഹെഡ്ലൈറ്റ് ഇതും കൂടെ ആയിട്ട് മൊത്തം മറ്റേ ഫ്ലഡ് ലൈറ്റ് പോലെ. പിന്നെ അതെ, അങ്ങനെയല്ല, മാന്യമായിട്ട് കറക്റ്റ് എവിടെയാണോ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ അവിടെ വെച്ച് അത് ഇതാക്കി ആ പ്രശ്നം റോഡിലൊരു സ്പോട്ട് ലൈറ്റ് പോലെ ഏറ്റവും ചെറുത് വെച്ചാൽ മതി. ഏതാ ഈ നമ്മുടെ ഇതിന്റെ മാഡ് ഡോഗിന്റെ സ്കൗട്ട് വെച്ചാൽ മതി. ഏറ്റവും ചെറുത് സ്കൗട്ട് എക്സ് അല്ല, ചെറുത് അല്ലല്ലോ, അത് വില കൂടിയത്. സ്കൗട്ട് വെച്ചാൽ മതി. ചെറുത് 3000-4000 രൂപ കണ്ടുള്ളൂ രണ്ടെണ്ണത്തിന്. അത് വെച്ചാൽ തീരാൻ പ്രശ്നമേ ഉള്ളൂ. ഇനി അടുത്തത് ട്യൂബ് ടയർ. ട്യൂബ് ടയറിൽ ടയർ ഒരു മെനകെട്ട ടയറാണ്. അത് പറയുന്നുണ്ട്, രണ്ടോന്ന് സംസാരിക്കാൻ. ആദ്യം ട്യൂബ് ടയർ ഉള്ളത് പലരും ഒരു പരാതിയായിട്ട് പറഞ്ഞു, വണ്ടിയുടെ നെഗറ്റീവ് ആയിട്ട് പറയുന്നത്. എനിക്ക് അതായത് ഞാനിപ്പോ നമ്മൾ മറ്റേ വണ്ടി വാങ്ങിയിട്ട് ഇപ്പൊ 5 വർഷം ആവാറായി, 5 അല്ല 6 വർഷം ആവാറായി, അത്തരം കണ്ടായി. ആകെ ഒരു തവണയാണ് പഞ്ചർ കിട്ടിയിട്ടുള്ളത് ഇതിനെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ രീതിയിലല്ല നമ്മൾ കാണുന്നത്. പിന്നെ അതായത് ഈ ഒരു ബൈക്ക് വാങ്ങുന്നവര് അവർ റോട്ടിലൂടെ ഓടിക്കും.
റോട്ടിൽ എന്താ കിടക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ചിലപ്പോൾ അല്ല ഈ പഞ്ചർ കിട്ടുന്ന ഞാൻ അതാ പറഞ്ഞു, ഈ പഞ്ചർ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യത്തിന്റെ കളിയാണ്. അതെ, അത് നമ്മളായിട്ട് വരുത്തി വെക്കുന്നല്ല, ഈ പഞ്ചർ കിട്ടുന്ന ഭാഗ്യത്തിന്റെ കളിയാണ്. അപ്പൊ ഞാനതാ പറഞ്ഞത് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് ട്യൂബ് ടയർ അതെന്താണ് ഞാൻ ചോദിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് അങ്ങനെ. അതിനുള്ളത് അത് പരിഹരിക്കാനുള്ള വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട്, ഔട്ടെക്സ് ആണ്, ഔട്ടെക്സ് ഇതാക്കുന്നു, ഔട്ടെക്സോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇറക്കുന്നുണ്ട്, ഔട്ടെക്സ് ഇറക്കുന്നുണ്ട്. അതൊരു യൂണിവേഴ്സൽ ഇതാണല്ലോ, അത് ഇങ്ങനെ ഇതില്ല, അത് കറക്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരില്ല. മറ്റേ നമ്മളന്ന് അവരിടയ്ക്ക് നമ്മുടെ ഹിമാലയനിൽ നോക്കിയ സമയത്ത് ഇന്റർസെപ്റ്ററിന് മാത്രമായിട്ട് ഒരു ഔട്ടെക്സ് ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഔട്ടെക്സ് അല്ല, വെയിറ്റ് ടു സ്പീഡ് ആണ് അത്. അവരുടെ ഇതാണ്, അതായത് ട്യൂബ്ലെസ് കൺവേർഷൻ ആണ്. അത് പലരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ എടുത്ത് നോക്കിയാലൊക്കെ കാണാൻ പറ്റും വെയിറ്റ് ടു സ്പീഡിന്റെ ചെയ്യുന്നത്. അപ്പം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, എനിക്കൊന്ന് 8,000 രൂപ എങ്ങാണ്ടാണ് മൊത്തം ചെയ്ത് വരുമ്പോഴേക്കും 2 റിമ്മിന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേടി വേണ്ട, അതായത് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം അഴിച്ചു പെറുക്കി കൊടുത്ത് ഇതാക്കേണ്ട ഒരു മെനക്കേട് വരും എന്നുള്ളൊരു പേടി വേണ്ട. ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ഇനി ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ പുറം ചൊറിഞ്ഞോട്ടെ. ഇനി ടയർ, അത് നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞത്, അതിനെ പറ്റി എന്താണ് അഭിപ്രായം? ടയർ എല്ലാവരും പറയുന്നത് മോശം, കാരണം എന്തൊക്കെയാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കുറവാന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടു. അതായത് ഒരു 8,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 7,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ടയർ തീരെ ഗ്രിപ്പില്ല. ലൈഫിന്റെ കാര്യം ഇപ്പൊ നമ്മുടെ 5,000 എനിക്കറിയില്ല, ഞാൻ ടയർ നോക്കിയിട്ടില്ല, പകുതിയോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് ഈ ടയറിന്റെ ലൈഫ് കിട്ടും നമ്മുടെ ഓടിക്കുന്ന രീതി അനുസരിച്ചാണ്. കണ്ടമാനം ഇരപ്പിച്ച് ഓടിക്കുകയാണെങ്കിൽ ടയറിന്റെ ലൈഫ് കുറയും. കണ്ടമാനം ഇരപ്പിച്ച് മാത്രമല്ല, ഹൈവേയിലാണ് നമ്മുടെ കൂടുതൽ റൈഡെങ്കിൽ, നമ്മുടെ റൈഡിന്റെ ഭൂരിപക്ഷം ഹൈവേ ആണെങ്കിലും ടയർ പെട്ടെന്ന് നല്ല റോട്ടിലൂടെ ഇതാകുമ്പോൾ അതെ നമ്മൾ കുറെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ഇരപ്പിച്ച് ഓടിക്കുന്ന അനുസരിച്ചാണ് ടയർ, കാരണം ടോർക്ക് അത്രയും ഇതായിട്ട് ടയർ പോലെ, അതാണ് വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഓഫ് റോഡ് കളിക്കുകയാണെങ്കിൽ എന്തായാലും ആ ടയർ ഓഫ് റോഡിന് കൊള്ളൂല, അത് വേറെ കാര്യം. അതായത് എനിക്ക് ആ ടയർ ഞാൻ ആദ്യം ഓടിച്ച സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് 2 വട്ടം തെന്നിപ്പോയത്, റോട്ടിൽ നിന്ന് തെന്നിപ്പോയത്. ഞാൻ ആദ്യം ഓടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ അവിടെ ഒരു ഓഫ് റോഡ് പാച്ചിൽ കൂടെ ഇങ്ങനെ പോയ സമയത്ത് കല്ല് നിരങ്ങിയിട്ടായിരിക്കുന്നു. പക്ഷേ ഞാൻ 2 തവണ മെയിൻ റോഡ് ഹൈവേ കൂടെ കടത്തി വളച്ചപ്പോൾ എൻ്റെ 2 സൈഡും ബാക്ക് തന്നെ പോകുന്നു. ഞാൻ എന്തോ ഭാഗത്തിൽ തിരിച്ച് വെട്ടിച്ചുകൊണ്ട് സാധനം തിരിഞ്ഞു കയറി വന്ന. എനിക്ക് ഒരു വട്ടമാണ് അനുഭവം ഉണ്ടായത്. അത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഫസ്റ്റ് സർവീസിന് വേണ്ടി വണ്ടി കോഴിക്കോട് കൊണ്ടുപോയ സമയത്ത് ചുരം ഇറക്കൊണ്ടുവന്ന് പെട്ടെന്നൊരു കാറുകാരൻ കയറി വന്നു. പാനിക്കായിട്ട് ഞാൻ ബ്രേക്ക് പിടിച്ചു. ABS ഉള്ള വണ്ടിയിൽ ഇത് സ്കിഡായി അങ്ങ് പോയി, ബാക്ക് ടയർ പിടിവിട്ടങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ടയർ ക്വാളിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ചും കൂടെ ഞാൻ മാറി, കാരണം എനിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമുള്ളത് തോന്നുന്നു. ഓടിച്ചതായിട്ടാണോ അതോ ആ ടയർ എന്ത് കാണിക്കും, അങ്ങനെ എൻ്റെ മൈൻഡ് അഡാപ്റ്റ് ആയിട്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിലൊക്കെ ഓടിക്കുമ്പോഴും ആ ടയർ വെച്ച് ചിലപ്പോൾ വലിയ പ്രശ്നം എന്താണെന്ന് പറയുക, ഈ ബ്രേക്കിംഗ് ശരി നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടക്കുക. നമ്മൾ ഈ മറ്റേ കാറിൽ ചവിട്ടുന്നതിൽ ഒരു ചവിട്ടി ചവിട്ടാണ്ട് മറ്റേ എടുത്തെടുത്ത് ചവിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി പെട്ടെന്ന് നിന്നേനെ. പക്ഷെ എനിക്ക് ബ്രേക്കിങ്ങിന് പ്രശ്നം തോന്നില്ല. എനിക്ക് തോന്നിയത് ഇതാണ്, തെന്നിപ്പോലാണ്. നമ്മൾ ഈ വളവ് വളയ്ക്കുന്ന സമയത്ത് ബാക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നത്, ബാക്ക് ടയർ മാത്രമല്ല ഫ്രണ്ട് ടയർ അങ്ങനെ തെന്നിപ്പോയിട്ട്. സത്യം പറഞ്ഞപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. അതും ഞാൻ പറഞ്ഞില്ല, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ആ ടയർ കമ്പനിയിൽ നിന്ന് വരുന്നത്, അത് ഓടിച്ചതിന്റെ മരപാതി കഴിഞ്ഞിട്ട് നല്ലൊരു കമ്പനിയുടെ ടയർ വാങ്ങിയിടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതല്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല ഇപ്പൊ മാക്സിസോ റേസോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നല്ല, അല്ലെങ്കിൽ ഇതുണ്ട് അപ്പോളോയുടെ ട്രാംബ്ലേഴ്സ് ഉണ്ട്, അതും നല്ല ടയറാന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഓഫ് റോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് അല്ലെങ്കിൽ മറ്റേ ടൂർ അടിക്കാൻ മറ്റേ 50-50 ടയറുകൾ വാങ്ങി. അതെ, നമുക്ക് ഇത് ഞാൻ പറയാം, ഇത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. ഇനി അവസാനമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നത്തില് സൈഡ് വലിവാണ്. കുറച്ച് പേർക്കാണ് കണ്ടത് സൈഡ് വലി, വണ്ടി വലത്തോട്ടേക്ക് സൈഡ് വലിക്കുക. അത് ഇതിന്റെ സസ്പെൻഷൻ എങ്ങനെയാ? എന്ത് മറ്റൊരു സൈഡ് റീബൗണ്ട്, ഒരു സൈഡ് ഇതുവാണോ, കംപ്രഷൻ ആണോ, മറ്റേ സാധാ ഇത് തന്നെയല്ല? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനത്തെ വണ്ടികളുടെ ഒരു സൈഡ് വലിവ് എപ്പോഴും വരലുള്ളതാണ്. അതെന്താണെന്നറിയില്ല. ചില സമയത്ത് മറ്റേ ഹിമാലയൻ 450 ഉണ്ട് കേട്ടിട്ടുണ്ട്, അതിന്റെ ഒരു സൈഡിലേക്ക് ഒരു വലിവ് ഉണ്ടായിരുന്നു വണ്ടികൾക്ക്. ഇങ്ങനത്തെ അതല്ല, ഇങ്ങനത്തെ മേളിലോട്ടിരിക്കുന്നതിന് രണ്ടും ഒരു സൈഡിൽ തന്നെ വരുമല്ലോ, അപ്സൈഡ് ഡൗൺ ആയിരിക്കൂലേ? അപ്പൊ എനിക്ക് തെറ്റിപ്പോ അല്ല ഇങ്ങനത്തെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നതിനകത്ത് ഇത് അഡ്ജസ്റ്റബിൾ ആണോ നമ്മുടെ? അല്ലല്ലോ. അല്ല, അപ്പൊ ഇത് എല്ലാം ഒന്നി തന്നെയല്ലേ ഇരിക്കുന്നത്? അതെ, കംപ്രഷൻ റീബൗണ്ട് ഇതിൽ എല്ലാം രണ്ടിലും ഒരേപോലെ ആയിരിക്കും. അതായത് അത് ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ 450 ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറയുന്നത് കേട്ടെ,
അതിൻ്റെ വലതുവശത്താണ് തോന്നുന്നു കമ്പർഷനുള്ള സൈഡിലേക്കാണ് വണ്ടി പോയില്ലെന്ന്. പിന്നെ അത് അവർ മാറ്റിയും തോന്നുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു പ്രശ്നം. ഈ വണ്ടി ഞാൻ ഈ വണ്ടിയുടെ സൈഡ് എങ്ങോട്ട് വലിയെന്നാ പറഞ്ഞേ? വലത്തോട്ടേക്കാണ്. ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടാണ്. വരാൻ സാധ്യതയുള്ളതാ. ഞാൻ ഇനിയിപ്പോ വണ്ടിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വശത്തേക്കാണ് വെയിറ്റ് കൂടുതൽ. എക്സോസ്റ്റ് ഒക്കെ ഇരിക്കുന്ന അല്ല, ഞാനിപ്പോ റേഡിയേറ്റർ കാണിച്ചത്. അപ്പൊ ഞാൻ എക്സോസ്റ്റിന് വരെ അലിച്ചപ്പോൾ അത് രണ്ടും ബാലൻസ് ആയി പോയിട്ടുണ്ടാവില്ലേ? അതായത് എനിക്ക് തോന്നുന്ന സാധ്യത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ഇതിന് റിമ്മിന്റെ സ്പോക്സ് ലൂസ് ആയതാവാൻ തോന്നുന്ന ഒരു സാധ്യത അതാണ്. അത് സാധ്യതയുണ്ട്. അതല്ലാണ്ട് സ്പോക്ക്, അതായത് ടയർ എന്തായാലും ആദ്യമേ വെട്ടി പോവില്ല. ടയർ വെട്ടിപ്പോണെങ്കിൽ എന്തായാലും സ്പോക്കോ ലൂസ് ആയതുകൊണ്ട് ടയർ വെട്ടി. അതല്ലെങ്കിൽ ഈ വണ്ടി ആദ്യമേ ഒന്ന് വീണ വണ്ടിയായിരിക്കും. ഫോർക്ക് ട്വിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൈഡ് വലിയ ഉണ്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് എങ്ങാനും സൈഡിലേക്ക് വീണാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതൊന്നും കാണൂല, കുഴപ്പമൊന്നും കാണൂലെങ്കിൽ ഇത് വീണ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയന് പറ്റിയതല്ല. എന്നിട്ട് ഡിസ്ക് മാറ്റേണ്ടി വന്ന് ഒരു വീഴ്ച വീണിട്ട് അത് നോക്കാണ്ടിരുന്നിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഫോർക്ക് ഇങ്ങനെയുള്ള ഫോർക്ക് ഇങ്ങനെ അങ്ങ് തിരിയും. അതായത് ആ ട്രിപ്പിൾ ക്ലാമ്പിൽ വെച്ച് അങ്ങ് തിരിയും സാധനം. അത് തിരിയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്ക് വളവും. അങ്ങനെയാണ് സംഭവിച്ചത്. അതാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് എന്തായിരുന്നു, ആ ട്രിപ്പിൾ ക്ലാമ്പിന്റെ നടുവിലത്തെ ബോൾട്ട് ലൂസ് ചെയ്യുക. സൈഡിൽ മേളിത്തെ ഊരണ്ട, നടുവിലത്തെ മാത്രം. നടുവിലത്തെയും അടിയിലത്തെ ഊരിയിട്ട് നട്ട് ലൂസ് ചെയ്യുക. നമ്മുടെ ആക്സിൽ നട്ട് ലൂസ് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ പിഞ്ച് ബോൾട്ട് ഉണ്ടാവും. ആ പിഞ്ച് ബോൾട്ട് ലൂസ് ആക്കുമ്പോഴേക്കും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ തെറിക്കിലായിരിക്കും, തെറിച്ചിങ്ങ് പോരും. അത് തെറിച്ചു പോകുന്ന അങ്ങനെ തെറിച്ചില്ല, ഒരു ചെറിയ അനക്കം ഉണ്ടല്ലോ, എത്ര തിരിഞ്ഞു അത്രയും അനക്കം തിരിഞ്ഞു വരും, ലെവലായി വരും. നിനക്ക് ഞാൻ അന്ന് കാണിച്ചെന്നുണ്ടല്ലോ, നമ്മുടെ വണ്ടി ഞാൻ ഇതാക്കിയ സമയത്ത് ഞാൻ ഈ സാധനം അഴിച്ച് പിഞ്ച് ബോൾട്ട് എല്ലാം അഴിച്ച് പിഞ്ച് ബോൾട്ട് ഇട്ടപ്പോഴേക്ക് ഈ ആക്സിലിൻ്റെ അവിടുന്ന് ഈ സസ്പെൻഷൻ തെറിച്ചിങ്ങോട്ടേക്ക് മാറി. തെറിച്ച് മാറി എന്ന് പറഞ്ഞാൽ ഒരു അനക്കം 1 മില്ലിമീറ്റർ നമുക്ക് കാണാം. ഈ ചെളിയുള്ളതും ചെളിയില്ലാത്തതും ഭാഗം കാണാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് അത് ശ്രമിച്ചു നോക്ക്. ഈ അതായത് ഈ ഹാൻഡിലിന്റെ ഭാഗത്ത് വലതുവശത്ത് അവിടെ എന്തെങ്കിലും പാടം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കണം. ഇനിയിപ്പോ അതേപോലെ വലത്തേക്ക് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. ഇനിയിപ്പോ ഇത് പറ്റിയിട്ടില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിച്ച് ടയർ വെട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അത് ഇതിൽ ഇരട്ടിയാവുള്ളൂ. ടയർ വെട്ടിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ റിമ്മ് ചരിയാൻ തുടങ്ങും, റിമ്മിന്റെ സ്പോക്ക് ചരിയാൻ തുടങ്ങും. അതാകുമ്പോൾ ഇത് ഒരെണ്ണം കൊണ്ട് തീരൂല, ഇതിങ്ങനെ തുടരെ വരും. ഇത് ആ സ്പോക്ക് വരെ ബെൻഡ് തിരിഞ്ഞിട്ടേ ഇത് നിൽക്കുള്ളൂ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ റിമ്മിൻ്റെ ഒക്കെ ബെൻഡ് ഉണ്ടോ നോക്കാനായിട്ട് വണ്ടി ഒന്ന് സെൻറ്റർ സ്റ്റാൻഡ്, ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലല്ലോ അല്ലേ, ഇതൊന്ന് ആരെയും കൊണ്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് ഒന്ന് കറക്കി വെക്കുക. എന്നിട്ടൊരു സൂചി അല്ലെങ്കിൽ നമ്മുടെ കൈ എന്തെങ്കിലും വെച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ട് നോക്കി ഇത് അങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഇത് നമ്മുടെ റിമ്മ് മുന്നോട്ടും പുറകോട്ടും പോകുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെയാണ് റിമ്മ് ബെൻഡായതാണ് അതിൻ്റെ. ഞങ്ങളുടെ ഹിമാലയനാണ് ഈ എക്സലിന്റെ റിമ്മിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഫുള്ള് വലത്തേക്ക് വലിയ, ഇപ്പോഴും വലത്തേക്ക് വലിവുണ്ട്. അപ്പോൾ ഞങ്ങൾ റിമ്മെല്ലാം മാറ്റി പഴയ റിമ്മ് ഇതാക്കിയിട്ട് ഉരുട്ടി നോക്കുമ്പോണ്ട് അത് ഇങ്ങനെ ഉരുട്ടി തോന്നുന്നത്. അത് പണ്ടല്ല പൊന്നെ മറ്റേ പട്ടീനെ തട്ടി ആക്സിഡന്റ് ആയ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബെൻഡായി പോയതാന്ന് തോന്നുന്നു റിമ്മ്. ആ കാരണം ആ പുത്തൻ ആക്സിസിന്റെ ടയർ സൈഡിൽ. ഇപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ പുതിയ ടയർ ഇടുമ്പോൾ അത് പിന്നെയും പോയിട്ട് ടൈറ്റ് ചെയ്യിക്കണം. ആ സാധനം റിമ്മ് പിന്നെയും മറ്റേപടി ആയിട്ടുണ്ടാവും. അപ്പോൾ ഡബിൾ മെനക്കേട്. അപ്പോൾ ഇതും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്നുകിൽ സ്പോക്സ് ലൂസ് ആയതായിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ക്ലാമ്പ് എവിടെയെങ്കിലും വണ്ടി വീണ് പോയിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഫോർക്ക് ട്വിസ്റ്റ് ആയതാവാനേ സാധ്യതയുള്ളൂ. പരിഹരിക്കാവുന്ന പ്രശ്നം ഇതാണ്. എന്തായാലും ഈ 3 കാരണങ്ങളായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇനി എനിക്ക് ഇതാണ് പ്രശ്നങ്ങൾ എൻ്റെ കണ്ണിലേക്ക് തോന്നിയ വണ്ടിയിലെ പ്രശ്നങ്ങൾ, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഞാനൊരു പ്രശ്നം പറയാം. എനിക്കിത് ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രശ്നം അത് നമുക്ക് അവസാനം പറയാം. അതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ആൾക്കാരുടെ ഇന്റർനെറ്റിലെ ഇതാണ് കേട്ടോ, ഇത് ഇതാണ് അതിലൊന്നാമത്തെ പ്രശ്നം. ആൾക്കാർ കുറെ പേരിൽ കണ്ടു മീറ്റർ ഓഫ് ആയി പോവാ, വണ്ടി ഇതാക്കും മീറ്റർ ഓഫ് ആയി. ചിലർക്ക് എങ്ങനെയാണെന്നറിയോ, കീ ഓഫ് ആക്കും മീറ്റർ ഓൺ ആയിരിക്കുക. കൂടുതലും മീറ്റർ ഓഫ് ആയി പോകുന്നതാണ് കണ്ടത്. ഒരാളുടെ 1-2 പേരുടെ മീറ്റർ ഓഫ് ആകും മീറ്റർ ഓൺ ആയിരിക്കുന്നത് കാണുന്നുണ്ട്. അത് വയറിങ്ങിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കില്ലേ? അതെ, അത് കമ്പനിയിൽ നിന്ന് വരുന്ന പുത്തൻ വണ്ടിയിൽ ഒന്നാമത്തെ പ്രശ്നം. അതിനിപ്പോ പരിഹാരമൊന്നുമില്ല, അത് ഷോറൂമിൽ കൊടുക്കാന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരം അല്ല, ആൾക്കാർക്ക് പ്രശ്നങ്ങളാണ്. അടുത്തത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോവാ. കുറെ വീഡിയോ കണ്ടു. അത്
ഞാൻ 100% പറയാം മിക്കവാറും മറ്റേ സൈഡ് സ്റ്റാൻഡ് സ്വിച്ച് ആയിരിക്കും. സൈഡ് സ്റ്റാൻഡ് സ്വിച്ചോ അല്ലെങ്കിൽ ക്ലച്ചിന്റെ സ്വിച്ചോ ആയിരിക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത്. ക്ലച്ചിന്റെ സ്വിച്ച് കൊണ്ട് വിഷയം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത് സൈഡ് സ്റ്റാൻഡിന്റെ ആയിരിക്കും. എന്താണെന്നറിയോ, ഈ വണ്ടി ഗിയറിൽ കിടന്നു കഴിഞ്ഞാൽ വണ്ടി ഇതാവില്ല, സ്റ്റാർട്ട് ആവില്ല. ക്ലച്ചിന്റെ ഇതാക്കിയിട്ട് അപ്പൊ ഓടുന്ന വഴിക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ തെറിച്ചങ്ങ് പോയില്ലേ? ആൾക്കാരെ പലർക്കും ഒന്നും പറ്റിയിട്ട് ഓടുന്ന ഓഫ് ആയി പോയിട്ടുണ്ട് വണ്ടി. സൈഡ് സ്റ്റാൻഡിന്റെ ആണ് സാധ്യത കൂടുതൽ സെൻസർ. കാരണം ഞാനന്ന് ആദ്യം ഫസ്റ്റ് സർവീസിനുള്ളപ്പോൾ ഒരുത്തൻ ഉന്തിക്കൊണ്ട് വന്നു വണ്ടി, ഫുൾ അടിപേളോ. അവൻ 3 ദിവസം മുമ്പ് ഇവിടെ ഷോറൂമിൽ കൊണ്ട് വണ്ടി എന്തൊക്കെയോ ഇതാക്കിട്ട് പണിയിച്ചിട്ട് പോയതാണ്. 3000 രൂപ കണ്ട അവൻ ബില്ലും വാങ്ങിച്ചു കുറെ സാധനം മാറ്റിയിട്ട്. എന്നിട്ട് ചുരം കാണാൻ വേണ്ടി, നമ്മുടെ ചുരം കാണാൻ വേണ്ടി മേലെ വണ്ടി ഓഫ് ആയി പോയി. ചുരത്തിലാണ്ട് കുറെ നേരം താഴോട്ടിറങ്ങി വന്നു തന്നെ. അവൻ എന്നിട്ട് ഇല്ല വണ്ടി ഓൺ ആവുന്നില്ല, ഒന്നും ആവുന്നില്ല എന്ന്. എന്നിട്ട് അവസാനം ഒന്നും ആവുന്നില്ല, ഒന്നും ആവുന്നില്ല. അത് കീ ഓൺ ആവും, വണ്ടി സ്റ്റാർട്ട് ആവില്ല, ഞെങ്ങുന്നില്ല എന്ന്. എന്നിട്ട് അവന് അവിടുന്ന് ഒരു വലിയ വണ്ടിയിൽ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്നേന്ന്. അതായത് ഈ പുതിയ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് സ്റ്റാൻഡ് സ്വിച്ച് ആണ്. ഈ സൈഡ് സ്റ്റാൻഡ് ഇതൊരു കണക്കിന് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, ഇത് ഓർക്കാത്തവർക്കല്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ വെള്ളം കയറി ചെളി കയറി ഇരുന്ന് ഈ സാധനം ഇതായി പോയി. ഇത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ്റെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് ട്രേസ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ടായിരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുകളിലേക്കാണ് പോകുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് വലിച്ചു കൂരിയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. അതല്ലെങ്കിൽ ഈ സൈഡ് സ്റ്റാൻഡ് സ്വിച്ചിന് മാത്രമായിട്ട് മറ്റേതുണ്ടാവുമോ, റിലേ ഉണ്ടാവുമോ അറിയത്തില്ല. ഹിമാലയനിലൊക്കെയാണെങ്കിൽ നമുക്കത് ഊരി മാറ്റിയ പിന്നെ പ്രശ്നമില്ല. ഇല്ല, അത് നമ്മൾ മറ്റേത് കൊടുക്കണം തോന്നുന്നു. എന്ത് മറ്റേ സാധനം കണക്ട് ചെയ്യണം തോന്നുന്നു. അത് രണ്ടും കൂടെ ലൂപ്പ് ചെയ്യേണ്ടി വരും, എപ്പോഴും ഓഫായിരിക്കുന്ന പോലെ. ഓ അങ്ങനെ ചെയ്യണോ? ഇതായത് നമ്മളിത് സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് ഇത് ഓണാവുമല്ലേ ഇന്ന്, നമുക്കിത് എപ്പോഴും ഓഫായിരിക്കണ്ടേ? അപ്പം നമ്മളത് ലൂപ്പ് ചെയ്യേണ്ടി വരില്ലേ? സ്റ്റാൻഡ് ഇടുമ്പോൾ ഓണാവുക അല്ലേ? അപ്പോൾ ഇത് തിരിച്ച് ലൂപ്പ് ചെയ്ത് വിടണ്ടേ, കറണ്ട് ഇതിൽ കൂടെ അടഞ്ഞിരിക്കുന്നത് അറിയണ്ടേ? സാധനം ഊരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് അറിയൂലല്ലോ. സാധനം ഊരി അങ്ങ് മാറ്റി, ഇതിനെ അങ്ങ് ഊരി, അപ്പൊ പിന്നെ ഒന്നും അറിയില്ലല്ലോ. ബെന്നൊക്കെ അതല്ലേ ചെയ്തേ, ഹിമാലയനിലല്ലേ ചെയ്തേ. എൻ്റെ മനസ്സ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ലൂപ്പ് ചെയ്ത് വിടണം എന്ന് എനിക്ക് തോന്നുന്നു. ആ സാധനം അത് ലൂപ്പ് ചെയ്ത് വിട്ടാലാണ്, കാരണം അത് എപ്പോഴും ഓഫായിട്ടിരിക്കുമെന്ന് തോന്നണ്ടേ? ശരിയാ അല്ലേ? ശരിയാ. എന്തായാലും ഒന്നാമത്തെ വലിയ പ്രശ്നം അത് മിക്കവാറും അത് തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വലിയ പ്രശ്നം അതായത് ഈ എൻജിൻ ഹെഡിന്റെ ഈ കംപ്ലൈന്റ് ഫസ്റ്റ് ബാച്ച് വണ്ടികളിൽ അത് കൂടുതലായാലും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പണ്ടത്തെ അത്രയും കേൾക്കുന്നില്ല. ഇറങ്ങിയ സമയത്തായാലും ഭയങ്കര അത് പിന്നെ അതിന്റെ ഒരു ഇതാണെന്ന് വിചാരിക്കാം നമുക്ക്. ആദ്യം ഇറങ്ങിയ വണ്ടികളുടെ ഒരു കുഴപ്പം അതൊക്കെ കമ്പനി അപ്പം തന്നെ മാറ്റി കൊടുത്ത് കാണുമായിരിക്കും. അടുത്തത് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, അതുകൊണ്ടുള്ള വാട്ടർ പമ്പിലും ഹെഡിലുള്ള ലീക്ക്. വാട്ടർ പമ്പിലെ ലീക്ക് ഞാൻ കണ്ടതാണ്, നമ്മുടെ വണ്ടിയിലല്ല. ഞാൻ ഫസ്റ്റ് സർവീസിന് പോയ സമയത്ത് ഒരു വണ്ടി അവിടെ സർവീസിന് കൊണ്ടുവന്നു. അതിൽ നോക്കുമ്പോൾ അതിന്റെ സൈഡിൽ വാട്ടർ പമ്പിന്റെ ഇതുണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ ലീക്ക്. നമ്മുടെ വാട്ടർ പമ്പ് എവിടെയാ വരുന്നത്? മറ്റേ എഞ്ചിൻ ഓയിൽ ഫിൽറ്ററിന്റെ തൊട്ട സൈഡിൽ ഇങ്ങനെ ബി ഇങ്ങോട്ട് തിരിച്ചിട്ട് എങ്ങനെയാണ് അതേപോലെ ആ സാധനം. എന്തായാലും ഗ്യാസ്കറ്റ് ആയിരിക്കും, ഗ്യാസ്കറ്റിന്റെ വിഷയമായിരിക്കോ? ആയിരിക്കണം. പക്ഷെ പുത്തൻ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന ഫസ്റ്റ് സർവീസിന് കൊണ്ടുവന്ന വണ്ടിയാണ് ഇത്. അടുത്തത് അത് നിൽക്കട്ടെ. ഇനി അടുത്ത എൻ്റെ വലിയ പ്രശ്നം ഷോറൂമുകളുടെ അവൈലബിലിറ്റി കുറവ്. നമ്മളിത് എനിക്ക് 2-3 തൊട്ട് ഇതിനെ പറ്റി പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. സ്പെയറിന്റെ അവൈലബിലിറ്റിയുടെ കുറവ്. അയ്യോ, ഇത് നമ്മൾ അടുത്തത് അറിവ് കുറഞ്ഞ ടെക്നീഷ്യന്മാർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് ലോ ക്വാളിറ്റി. ഓവറോൾ വണ്ടിയുടെ കോമ്പണൻസ് ഭയങ്കര ലോ ക്വാളിറ്റി ആണെന്നുള്ളത് അതെനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതിനെന്താ ലോ ക്വാളിറ്റി ആയിട്ട് തോന്നിയത്? ബോൾട്ട്, നട്ടും ബോൾട്ടും മെയിൻ സാധനം, ഇതിനെല്ലാം പിടിച്ചു നിർത്തുന്ന സാധനം, അതെല്ലാം എഞ്ചിൻ മൗണ്ടിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഫെയറിങ്ങിലുള്ള എല്ലാ, അതായത് മെഴുക് പോലെ ഇതിങ്ങനെ എന്താ പറയുക തിരിക്കുമ്പോ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ക്വാളിറ്റി കുറവല്ലേ അത് മറ്റേ ഞാന് ഒരു RTX എടുത്ത എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അവൻ ഇതേപോലെ എന്തുകൊണ്ട് ട്യൂട്ടർ എടുക്കാത്ത അവൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഈ വണ്ടി ഓവറോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ലോ ക്വാളിറ്റി സാധനം വെച്ച് ഇറക്കിയെന്ന്. എനിക്ക് ഇപ്പൊ തോന്നുന്നത് സത്യമാണെന്നത്.
കാരണം ആലോചിച്ച് പുത്തൻ പോലത്തെ ബോൾട്ടൊക്കെ വണ്ടിയിൽ തുരുമ്പ് പിടിക്കാൻ പുറമെ കാണും നല്ല വെള്ളി നിറത്തി കാണും, പക്ഷെ സാധനം ഒന്നുമില്ല, വെറും പ്ലേറ്റിങ് മാത്രമാണ്. ഇതൊക്കെ റെസ്റ്റ് ആയി പോകും. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ ഇതെല്ലാം വണ്ടി തുറന്നപ്പോ കുറെ ഇതിനെ റൗട്ട് ചെയ്ത് വിടാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലായില്ലേ, ചെറിയ മെറ്റലിന്റെ പീസുകൾ ഉണ്ട്, അതുവരെ തുരുമ്പിച്ചു. അത് പെയിന്റ് അടിച്ചു വെച്ച സാധനം വരെ തുരുമ്പിച്ചു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്. വെറുതെ വെൽഡ് ചെയ്തങ്ങ് വെച്ചിരിക്കും. ക്വാളിറ്റി കുറവുണ്ട്, അത് സത്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തില്. പക്ഷെ ഇതാണ് ആ ക്വാളിറ്റി കുറവ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി അല്ലാണ്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ, ഇത് മൊത്തം മുഴുവനോടെ കാണുമ്പോഴേ നമ്മളിങ്ങനെ ചകഞ്ഞ് നോക്കുമ്പോൾ കാണാം. പക്ഷെ ഈ നട്ടിന്റെ ഒക്കെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇതവിടെ ഉറച്ചിരുന്നാൽ നമുക്ക് പിന്നെ ഊരാനും പറ്റൂല, പിന്നെ ഈ തുരുമ്പ് പിടിച്ച് കയറി അങ്ങ് പോകും. അതെ, അതൊരു വിഷയമാണ്, അതൊരു വലിയൊരു പ്രശ്നമാണ്. അടുത്തത് എനിക്ക് തോന്നുന്നു ടെക്നീഷ്യന്മാരുടെ അവൈലബിലിറ്റി കുറവ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം വണ്ടി എല്ലാവരും വിറ്റു. കഴിഞ്ഞ ദിവസം അതൊക്കെ നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ളൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായത് വണ്ടി ഇഷ്ടംമാതിരി ആൾക്കാർ വാങ്ങും. നമ്മൾ ഒരു കമ്പനി അവരെ സംബന്ധിച്ചുള്ള അവർ വണ്ടി ഉണ്ടാക്കിയിരുന്നതിലുപരി ഇതിനും ഒരു കസ്റ്റമറിന് അത് ശരിയാക്കാനും അതല്ല അവർക്ക് അത് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റി നന്നാക്കി പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കും. അതിനുള്ള ഒരു ഇത് ഇല്ല, ഇപ്പോഴും ഇല്ല, അത് പ്രോപ്പർ ആയിട്ടില്ല. കാരണം ആൾക്കാർക്ക് തൊടാൻ പേടിയാ, ഈ ടെക്നീഷ്യന്മാർക്ക് തന്നെ. കാരണം അവർക്ക് അറിയത്തില്ല, അവര് ഇങ്ങനത്തെ ഒരു വണ്ടി യൂസ് ചെയ്ത് ശീലമില്ല അവർക്ക് മര്യാദയ്ക്ക്, അതുകൊണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ വേറെ അടുത്ത പ്രശ്നം, ഓൾറെഡി ടെക്നീഷ്യന്മാർ കുറവ്, അതിന്റെ കൂടെ ഷോറൂമും കുറവ്. അതെ, ഞങ്ങൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം മറ്റേ സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊരു ഇത് നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ ഞാനാ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞേ, അതായത് ഇവർ ഈ രണ്ട് ചേരിയായിട്ട് സാധനം വെക്കുന്നതിന് പകരം ആദ്യം ഒറ്റ ഇതായിട്ട് പ്രീമിയം ലോക്കലും വേണ്ടി എല്ലാവർക്കും എല്ലാ രീതിയിലും കൊടുക്കും. ഇതിപ്പോൾ ഏത് വണ്ടി കിട്ടിയാലും ആൾക്കാർ പോയി വാങ്ങും. ആൾക്കാർ ഇപ്പോൾ ഇഷ്ടമുള്ള വണ്ടി ഏത് കടയിലാണെങ്കിലും പോയി വാങ്ങും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ടെക്നീഷ്യന്മാരെയും അതായത് പണി അറിയാവുന്ന അല്ലാത്ത വർക്ക്ഷോപ്പിലെ ആൾക്കാർ എല്ലാവരെയും വിളിച്ച് നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് കുറച്ച് പൈസ കൊടുത്ത ആൾക്കാരെ നിർത്തി അല്ലെങ്കിൽ വരുന്നതിന് സർട്ടിഫൈ ചെയ്തങ്ങ് വിടുക. അപ്പം എന്താന്ന് പറയുക, മുക്കിന് കടകൾ വരുമ്പോൾ ഇത് നന്നാക്കാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരടുത്തുണ്ടാവും. അപ്പം എന്താ ഈ കസ്റ്റമറെ സംബന്ധിച്ചുള്ള എന്താ അവർ ചിന്തിക്കുന്നത്, എന്താ ഈ റോയൽ എൻഫീൽഡിൻ്റെ കസ്റ്റമേഴ്സിന് അവരോടുള്ള അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി ശരിയായി കിട്ടും. ആ രീതിയിലേക്ക് വരണം. നമ്മളിപ്പോൾ വണ്ടികൾ ഇങ്ങനെ പടച്ച് വിട്ടിട്ട് കാര്യമില്ല. ഈ സാധനം നോക്കാനും ഇതിന് നന്നാക്കാനുള്ള പാർട്സിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും എളുപ്പത്തിലൊക്കെ അതായത് നമുക്ക് എല്ലാവർക്കും എവിടെ നിസ്സാരം കിട്ടുന്ന രീതിയിലാക്കി മാറ്റണം. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാ, അതായത് ഹീറോ പോലത്തെ ഒരു ലോക്കൽ ഇന്ത്യൻ ബ്രാൻഡ്, ലോക്കൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല, നമുക്ക് ലോക്കലി ഉള്ള ഒരു ബ്രാൻഡാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയുടെ സ്പെയർസിൻ്റെ അവൈലബിലിറ്റി മോശമാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. അതായത് ഓരോ ടൂട്ടനുകൾ ഈ ഹെഡിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് 2-3 ആഴ്ചയൊക്കെയാണ് ഷോറൂമിൽ കിടക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനൊരു പ്രധാന കാര്യം, ടൂട്ടനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഭയങ്കര. ഏറ്റവും രസം എന്താന്ന് പറഞ്ഞാൽ മറ്റേ RTXും ട്യൂട്ടനും വെച്ചൊരു കമ്പാരിസൺ വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോയിലെ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണ്ണീര് തുടച്ചിട്ട് പറ, കണ്ണീര് തുടച്ചിട്ട് പറ, അത് ഇങ്ങനെ തന്നെ വിഷമല്ലേ, ഇത് എല്ലാം മറച്ചിട്ട് ആ ചിരിയിൽ എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, അതിലെ മാങ്ങയാണ് തേങ്ങയാന്ന് പറഞ്ഞിട്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളാ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ വണ്ടി ഒരു കുഴപ്പം ഇതുവരെ തന്നിട്ടില്ല. അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഇവര് പറയുന്നത് ഇതിൽ എന്താണ് ഇതുള്ള സത്യം ഉണ്ടോ ഇതിലുണ്ടോ. അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ പകുതി കമന്റ് ഇടുന്നവരും ഈ ട്യൂട്ടനോ അല്ലെങ്കിൽ RTXോ ഒരുമിച്ച് ഓടിച്ചു നോക്കി ഇതിന്റെ എക്സ്പീരിയൻസ് പോലും അറിയാത്തവരായിരിക്കും. അതെ, ജസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ചുമ്മാ പറയുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം പേര്. അപ്പോൾ ഇതാണ് ഈ പുതിയ ഫസ്റ്റ് ബാച്ച് വണ്ടികൾക്ക് എനിക്ക് പറഞ്ഞു ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഞാൻ അതിന്റെ സർവീസിന്റെ വീഡിയോയിൽ ഞാൻ കൃത്യം പറയുന്നുണ്ട്, ഇത് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഞാനൊരു ടെസ്റ്ററിനെ പോലെ ആ ഒരു മൈൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രശ്നം വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഫസ്റ്റ് ഫ്രഷ് ബാച്ച് വണ്ടിയാണ്. ഈ ഫസ്റ്റ് ബാച്ചിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് ഇവർ പരിഹരിച്ച് കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ ആ റിസ്കിലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചില നിർഭാഗ്യവാന്മാർക്ക് ചിലപ്പോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള വണ്ടികൾ കിട്ടും, അന്ന് നമ്മൾ ആ ഫസ്റ്റിന്റെ ഇരുന്ന് സംസാരിച്ച വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ
ഇത് കൃത്യമായിട്ട് ഈ വണ്ടി ബ്രേക്കിങ് ചെയ്യണം. നമ്മൾ ഫാക്ടറിയിൽ നിന്ന് മറ്റേ CNC മില്ല് ചെയ്ത് വെച്ചിട്ട് ഇവർ അസംബിൾ ചെയ്ത് ഓയിലും ഇട്ട് തന്നുള്ളൂ. ഈ സാധനത്തെ കൃത്യമായിട്ട് ആ മോട്ടറിനെ നമ്മൾ കൃത്യമായിട്ട് അതായത് ബ്രേക്കിങ് ചെയ്ത് അതിൻ്റെ ഗിയറുകളെല്ലാം കൃത്യമായിട്ട് ഈ ഒരു ഇരുത്തം വരണം. ആ ഇരുത്തം വരണമെങ്കിൽ നമ്മൾ അവർ പറയുന്ന രീതിയിൽ RPM കുറച്ച് വളരെ സാവകാശം ഓടിക്കേണ്ട സാവകാശം ഓടിച്ച് ചില സമയം സ്പീഡ് കൂട്ടി എല്ലാ ഗിയറും മാറി ഇട്ട് ഇത് ചെയ്യണം. ഞാൻ എൻ്റെ വണ്ടി ഫസ്റ്റ് സർവീസ് വരെ ഞാൻ 80-85 മേലോട്ട് കയറ്റിയിട്ടേ ഇല്ല. 5000 RPM മേളിലോട്ട് കയറി എല്ലാ ഗിയറിലും അതേപോലെ ഇതാക്കി. ഒരു വട്ടം മാത്രമേ നന്നാ ലോഞ്ച് ചെയ്യുന്നൊരു വീഡിയോ എടുത്തില്ലായിരുന്നു നമ്മള്. അതിന് മാത്രമാണ് കുറച്ച് ഇത് കഴിഞ്ഞു വന്നിട്ടാന്ന് തോന്നുന്നു. ആണോ? എന്നാ അതും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം ഞാനത് കൃത്യമായിട്ട് 500 കിലോമീറ്ററെങ്കിലും മിനിമം ആ രീതി. ഞാൻ ആ സമയത്ത് ഓടിച്ച സമയത്തൊന്നും ഞാൻ 5000 മേളിലോട്ട് കയറ്റിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ 4500-ന്റെ 4000-ന്റെ 5000-ന്റെ ഇടയിൽ RPM ഓടിക്കുന്ന. ഹിമാലയൻ ആ രീതിയിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിമാലയന് നമ്മൾ അധികം കുറച്ച് ആദ്യത്തെ സർവീസ് കാരണം ആ സമയത്ത് ആദ്യമായിട്ട് ബൈക്ക് വാങ്ങിച്ചിട്ട് അതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് കണ്ടിട്ട് വളരെ പതുക്കെ ഓടിച്ചു. ആദ്യത്തെ 500 കിലോമീറ്റർ വളരെ പതുക്കെ. എന്നാ എന്റെ ഓർമ്മയിൽ അതില്ല. എന്നാ അങ്ങനെ ആയിരിക്കണം. എരപ്പിച്ച് പറപ്പിച്ചിട്ടില്ല. അതിനുശേഷം പറപ്പിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ചെയ്തിട്ടില്ല. അല്ല, ഇതാണ് അത്. എന്താ നമ്മുടെ ഭാഗ്യമാണ് ഒരു 1-2 കാര്യങ്ങൾ എന്ന് പറയാം. ഇപ്പം ചിലവർക്ക് നിർഭാഗ്യവശാൽ അങ്ങനത്തെ. പക്ഷെ അത് വാറന്റിയിൽ കിട്ടും. പക്ഷെ അവിടെ പ്രശ്നം ഇതാണ്, ഈ സാധനത്തിനുള്ള പാർട്സിന്റെ ഇത് അവൈലബിലിറ്റി ഇവരിങ്ങനെ വൈകിപ്പിക്കുന്ന എന്തുകൊണ്ടാന്നുള്ളതാണ്. 2-3 മാസം. അതായത് ചിലപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് വാങ്ങുന്ന വണ്ടിയായിരിക്കും. അത് ഞാൻ കസ്റ്റമറിനെ കുറ്റം പറയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കമ്പനി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ മിസ്റ്റേക്കുകളാണ് ഇതൊക്കെ. ഒരു നല്ലൊരു വണ്ടി ഇറക്കിയിട്ട് അതിന്റെ റെപ്യൂട്ടേഷനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നശിപ്പിക്കുന്നത് ഈ കമ്പനിയുടെ അനാസ്ഥ എന്നല്ലേ പറയാ. അതാണ്. അതായത് അവര് കൃത്യമായിട്ട് ഇതിനൊരു എന്താ പറയാ പ്രോപ്പർ ഇതൊരു എന്താ പറയുക നടുവിൽ സെന്ററിൽ ബൈക്ക് ഇതിനെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ നമ്മൾ പദസൂര്യം പോലെ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കൃത്യമല്ല ഹീറോയുടെ. അത് സത്യമാണ്. അത് ഞാൻ 210 ഓണറാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഫസ്റ്റ് സർവീസിന് പോയ ആ സമയത്ത് ഞാനിവിടെ 210 എടുക്കുന്ന സമയത്ത് എനിക്ക് വയനാട്ടിൽ മൊത്തം എനിക്ക് തോന്നുന്നു 10-20 210 ഉള്ളൂ. കാരണം അത്ര ഇറങ്ങിയ സമയത്താണ് ഞാൻ വണ്ടി എടുത്തത്. നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 6-7 എണ്ണം വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 12 എങ്ങാണ്ട് ഓർഡർ പോയായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ വണ്ടി പിന്നെ പെട്ടെന്ന് കിട്ടി. ഞാൻ ഫസ്റ്റ് സർവീസിന് കോഴിക്കോട് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ ഒരു ചെറിയൊരു ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലും സൈഡിലും ആയിട്ട് എനിക്കൊന്ന് വയനാട്ടിലുള്ളതിലും കൂടുതൽ 210 കിടക്കുന്നുണ്ട്. 2-3 എണ്ണം അഴിച്ചു. ഒരെണ്ണം മൊത്തം അഴിച്ചിട്ടിട്ടുണ്ട്. ഒരെണ്ണം എഞ്ചിൻ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആലപ്പുഴ പോയപ്പോൾ. ആലപ്പുഴ ഇത് തന്നെ. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവരുടെ ശ്രദ്ധ കുറവാണ്. നമ്മള് ഇത് കമ്പനികളിൽ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൊഡക്റ്റ് വിറ്റ് പോവാന്നുള്ളതാണ് അവരുടെ ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കൂടുതൽ പരമാവധി സാധനങ്ങൾ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാന്നുള്ളൂ. നമ്മൾ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമ്മളെ റൈറ്റ് ടു റിപ്പയർ, അതെൻ്റെ ഒരു അവകാശമാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നന്നാക്കി കിട്ടണം എന്നുള്ളത് അത് എൻ്റെ അവകാശമാണ്. അതൊരു കമ്പനി അതിന് തടസ്സം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് ഈ പലിശയും കൊടുത്ത് ഒരു EMI കണ്ടമാനം ഈ EMI ഇട്ട് സാധനം വാങ്ങുന്നത് എനിക്ക് എൻ്റെ രീതിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഇത്തരം ടാക്സ് അടച്ച് ഇതിന് ഇൻഷുറൻസ് എടുത്ത് ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിയിട്ട് എനിക്കത് ഓടിക്കാൻ അവസരം കിട്ടില്ല. ഇത് വാങ്ങിയേക്കാൾ കൂടുതൽ ദിവസം ഷോറൂമിൽ കിടക്കുക. അത് മാറണം. അത് മാറണമെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ കാര്യം ചെയ്യേണ്ടത്. നിലവിലുള്ള ഈ 2 ചേരിയായിട്ട് എന്നുള്ള പരിപാടി നിർത്തണം. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. ആദ്യം ഇവരുടെ അതായത് വീട്ടിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് മര്യാദയ്ക്ക് പഠിപ്പിക്കുക. നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ച് ഇതാക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് ഇത് വിശ്വാസപൂർവ്വം തൊടാനുള്ള ധൈര്യം കൊടുക്കണം. അവിടെ ഉള്ളവർ പേടിച്ചായിരിക്കും തൊടുന്നേ. ഈ സാധനം കൈവച്ച് ഇത് എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റുമോ? അതിനുശേഷം ഞാൻ 1-2 പേര് പറഞ്ഞു കേട്ടോ. അതായത് ഇപ്പൊ അവർക്കൊരു വണ്ടിയിൽ സംശയം തോന്നുകയാണ്, പുതിയ വണ്ടി ഇറങ്ങിയിട്ട് ഭയങ്കര ഡൗട്ടാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ചെന്നൈയിലെ പ്ലാന്റിൽ വിളിച്ച് സംസാരിക്കാന്ന്. ഇപ്പൊ അവിടുന്ന് ടെക്നീഷ്യന്മാർ വന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കൂന്ന്. ഒന്ന് ആ രീതിയിലൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. ഏത് ലെവലായി നമ്മുടെ ഇവിടുത്തെ സർവീസ് സെന്ററുകളാണോ അതോ 450 എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഒരു വീഡിയോ പണ്ട് ഞാൻ വീഡിയോ കണ്ടതാ. ഒരു സർവീസ് സെന്ററിൽ വണ്ടി കംപ്ലൈന്റ് വന്നു. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടത്, ഒരു ഐഡിയ കിട്ടുന്നില്ല.
ഇവര് ഹെഡ് ക്വാർട്ടേഴ്സ് അവിടുന്ന് ടെക്നീഷ്യന്മാർ വന്നു ഇവരെ ക്ലാസ് പറഞ്ഞു കൊടുക്കാൻ ഇതെങ്ങനെ ശരിയാക്കണ്ടേന്ന്. അല്ല ആ രീതിയിലൊക്കെ ഉള്ള സപ്പോർട്ട് ഒരു കമ്പനിയോട് അല്ല, അതാണ് വേണ്ടത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വന്തം കമ്പനിയിലുള്ള ആൾക്കാർ, സർവീസ് സെന്ററിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. അടുത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ആൾക്കാർക്ക് ഇനി ഓരോരോ സ്ഥലങ്ങളിൽ മറ്റേ ബൂട്ട് ക്യാമ്പുകളോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളോ വെക്കണം. എന്നിട്ടൊരു 5 ദിവസത്തെ ക്രാഷ് കോഴ്സ് പോലെ കൊടുത്തിട്ട്, കാരണം ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക്, എഞ്ചിനിൽ പണിത ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പൗലോസുട്ടിയുടെ ചേട്ടൻ, ഞാൻ പറഞ്ഞില്ല അവിടെയാണല്ലോ, കഴിഞ്ഞ ദിവസം കാണാൻ വന്നപ്പോ എന്റെ നമ്മുടെ ഹിമാലയം കൊണ്ട് ഞാൻ സ്കൂളിൽ പോയെ. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് വണ്ടി എവിടെ നിന്ന് എടുത്തേ എന്ന് പറഞ്ഞു. ഞാൻ വയനാട്ടിൽ അല്ല ബത്തേരിന്ന്. ഓക്കെ, ഞാൻ അവിടെ ഇതായിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇത് വണ്ടി കണ്ടിട്ട് കംപ്ലൈന്റ് ഉണ്ടോന്ന് എന്നോട്. ഞാൻ 411 കംപ്ലൈന്റ് ഉണ്ടോന്ന് എത്രയോ കാലത്തിന് ശേഷം ഒരാൾ എന്നോട് ചോദിക്കുന്നത് കേൾക്കുന്നേ. ഇല്ല, ഒരു കുഴപ്പമില്ല ഇത്ര കാലമായിട്ട്. അല്ല വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ഈ ഇതിന്റെ കൺസൾട്ടന്റ് ആയിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ വലിയ ആളുണ്ടാവല്ലോ, നിന്നിട്ടുണ്ടായിരുന്നു 2 കൊല്ലം. അന്ന് ഈ 411 എല്ലാവർക്കും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ വണ്ടിയും ഈ ഒരു ഇതിലൂടെ കടന്നു പോകാം. അതെ, അത് കടന്നു പോണം. അല്ല, ഞാൻ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വർക്ക്ഷോപ്പുകൾ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഓത്തറൈസ്ഡ് ചെയ്താക്കുക. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് പണിയെടുത്ത് ശീലമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അവർക്ക് ശീലമാക്കിയിട്ട് ഈ മെക്കാനിക്കൽ ഹാൻഡ് ബുക്കുകളൊക്കെ ഇവർക്ക് കൊടുത്ത്, അപ്പൊ ഇവർക്ക് നോക്കി മനസ്സിലാക്കി ഇതെല്ലാം പബ്ലിക് നോളജ് ആക്കി മാറ്റി. ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്ന? എന്തിനാ ഈ എഞ്ചിന്റെ ഇത് പുറത്തേക്ക് വിട്ട് ഞാൻ ആരും എന്ത് ഇതാക്കാനാ? സർവീസ് മാനുവലൊക്കെ ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് ഇതിൽ പണിയണമെങ്കിൽ അവർക്കത് ഉപകരിക്കും. അപ്പൊ ഇതിന്റെ കാര്യം ഇവര് കമ്പനി ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് ഈ കമ്പനി എനിക്ക് ഇതെല്ലാം ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അവരെ വിട്ടുവരും. നീ ഒന്ന് കാര്യമായിരിക്കും, നമ്മൾ രണ്ടാമതൊരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഹിമാലയൻ എടുക്കാൻ കാരണം എന്താ? നമ്മൾ ഹിമാലയൻ എടുക്കണം എന്നാണ് ചിന്തിച്ചോണ്ടിരുന്നത്. വേറെ ഒരു വണ്ടി മനസ്സിൽ വന്നിട്ട് പോലും ഇല്ല, നേരെ റോയൽ എൻഫീൽഡിലേക്ക് പോയ. കാരണം അവരുടെ ഡീലിങ് എങ്ങനെയാണ്? അവിടെ പോയിട്ട് നമുക്ക് ഇന്നേ ഒരു റോയൽ എൻഫീൽഡ് കൊടുത്തിട്ട് എവിടെ ഒരു റോയൽ എൻഫീൽഡിൽ നമ്മളൊരു ഫാമിലി പോലെ, അതെന്താന്ന് അറിയത്തില്ല, ആ ഒരു ഫീൽ അതിന്റെ അകത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പണി കൃത്യമായിട്ട് അവർ ചെയ്തു തരും. ഇതും ഒരു ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് എല്ലാവർക്കും അനുഭവം. അങ്ങനെയാണ് ഈ കമ്പനികൾ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട്. അപ്പോൾ ഇപ്പൊ വാങ്ങിയെടുത്ത് നിങ്ങൾ അടുത്ത വട്ടം മറ്റേ 440 എടുക്കുമ്പോൾ അവര് ചിന്തിക്കും, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇനി ഇതിന് ഇത്രയും പ്രശ്നം വന്നിട്ട് ആ 440 എടുക്കുമ്പോൾ ആൾക്കാർ സംശയിച്ചല്ലാണ്ട് എടുക്കുമോ? ഇല്ല. പക്ഷെ റോയൽ എൻഫീൽഡ് ഒരു വണ്ടി അടിക്കാൻ ആൾക്കാർ കണ്ണും പൂട്ടി പോയി വാങ്ങും. പൊന്നം പറയുന്നത് 421 ഇറങ്ങുമ്പോ അതാ ഞാൻ പറഞ്ഞേ, എക്സ്പൾസിന്റെ 420. ഇപ്പൊ എന്തായാലും ഇത് റോയൽ എൻഫീൽഡ് കുറച്ച് 720 എടുക്കും, 750 ഇറക്കും. ആൾക്കാർ ഒന്നും നോക്കില്ല, ഓടിപ്പോയി വാങ്ങും. ഒരു സംഭവം, ഒരു സംശയമില്ല. അതെന്താന്ന് പറഞ്ഞാൽ അവര് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇതാണ്. കാരണം ആ ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു ഒരു ആത്മാർത്ഥതയാണ്, അതായത് കസ്റ്റമേഴ്സുമായിട്ട്. അതും പിന്നെ മറ്റേ പുള്ളിയുടെ കഴിവാ, ആരുടെ മറ്റേ അതിന്റെ ഈശ്വറിന്റെ ആളുടെ അല്ലെ, ഈശ്വറിന്റെ ആളുടെ സിദ് ലാൽ, അയാളുടെ കഴിവ്. പിന്നെ ഹിമാലയൻ ആണ്. പിന്നെ അവരുടെ ബുള്ളറ്റ് പോലെ ഒരു ഓളം സൃഷ്ടിച്ച ഒരു വണ്ടി 450 ആണ്. എനിക്ക് 450 650 സീരീസും ആണ് ഏറ്റവും വിറ്റ് പോകുന്നത്. അതില്ല, ഞാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ, റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന്റെ ചരിത്രത്തിൽ ബുള്ളറ്റ് പോലെ ഒരു തരംഗം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 411 തൊട്ടാണ് ഒരു തരംഗം ഉണ്ടാകാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അവരെന്തോ ഓർമ്മയുണ്ടോ എന്നെ 350 500 411 അതേ ഉണ്ടായിരുന്നുള്ളൂ ബുള്ളറ്റ് എന്ന് പറയാൻ. 3 സാധനം. കാരണം ആൾക്കാരെ ഓഫ് റോഡിങ്ങിലേക്ക് കുറച്ചും കൂടെ എത്തിച്ച ഒരു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന രീതിയിൽ. ഓഫ് റോഡിങ് അല്ലാതെ അഡ്വഞ്ചർ റൈഡിങ്ങിലേക്ക് എത്തിച്ച ഒരു വണ്ടി. ഇതെന്താന്ന് പറഞ്ഞാൽ അവര് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ്. അവരുടെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ അപ്പം തന്നെ പരിഹരിച്ച് സംഭവം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഞാൻ ആലോചിക്കുക, ഇതാണ് എനിക്ക് മനസ്സിലാത്തത്. ലോകത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലെൻഡറാണ്. ഒരു മാസം അങ്ങനത്തെ ഒരു കമ്പനിക്ക് അവരുടെ ലൈനപ്പിലുള്ള ഒരു ബൈക്കിന്റെ സ്പെയറിന്റെ അവൈലബിലിറ്റി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു മോശം അല്ലെ, എന്തൊരു തെറ്റാ അവരുടെ സൈഡിൽ നിന്നുള്ള. അത്രയും വണ്ടികൾ വാങ്ങുന്ന ആൾക്കാരുടെ ഒരു ഇതാണ്. അതായത് ഇത് നിങ്ങളുടെ ഷോറൂമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ബാക്കി ചെയ്താലും നിങ്ങളുടെ പാർട്സ് തന്നെയാണ് അവര് വാങ്ങി ചെയ്യുന്നത്. ഞാൻ ആലോചിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഇവന്മാര് ഇത് തിരിച്ച് ചിന്തിക്കാത്ത എന്താ ഞാൻ ആലോചിക്കുന്നത്. ഒരു വണ്ടി ഞങ്ങൾ ഇറക്കി,
ഞങ്ങൾ എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു കസ്റ്റമറിന് വണ്ടി വെക്കുന്നത് അവർക്ക് സുഖകരമാക്കാൻ വേണ്ടി നമ്മുടെ ടെക്നീഷ്യന്മാരൊക്കെ പ്രോപ്പർ ട്രെയിൻ ചെയ്യിക്കുക. അതിൻ്റെ ഒപ്പം ലോക്കലി ഇനിയിപ്പോൾ അവർക്ക് നമ്മുടെ സർവീസ് സെൻ്ററിൽ കിട്ടിയില്ലെങ്കിൽ ലോക്കലി ഇതാക്കാൻ അവരെയും ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇനി അടുത്തത് അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും പാർട്സ് വേണം, പോകുന്ന വഴിക്ക് ചിലപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റം അല്ലെങ്കിൽ ബ്രേക്ക് ലിവർ പൊട്ടി പോയി, അതും അങ്ങ് ഇതാക്കുക. ഞാൻ ആലോചിക്കുക, അങ്ങനെ വന്ന അതല്ലേ പെർഫെക്റ്റ് റിലയബിൾ ആയിട്ട് വേണ്ടി ആൾക്കാർ ഇരട്ടി വാങ്ങൂല ഇത്. പിന്നെ ആ മണ്ടന്മാരെന്ത് ഇങ്ങനെ ചിന്തിക്കാത്തത് എനിക്കറിയില്ല. അതായത് ഇവർ, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇത് ആപ്പിളിന്റെ ചിന്താഗതിയാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് വിറ്റ് കഴിഞ്ഞത് ഇവര് മാത്രം തുറക്കാൻ പാടുള്ളൂ എന്ന് അവരുടെ ചിന്ത. ഇവർ ആ പ്രീമിയം ലെവലിൽ ഇല്ലല്ലോ ബൈക്ക്. ഇത് നമ്മൾ എത്ര പൂട്ടിക്കെട്ടി വെച്ച് കഴിഞ്ഞാലും ഇത് കുറച്ച് നമുക്ക് ഇതൊരു പെൻഡുലാടുന്നില്ല. നമുക്കൊരു പരിധി വരെ ഇതിനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് വാങ്ങുന്നത് കമ്പനി അല്ല, ഇത് ആൾക്കാർ വാങ്ങി കഴിയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. ആൾക്കാർ മറ്റേ ഓല വാങ്ങി കത്തിച്ചോ ഇട്ടാൻ കത്തിക്കും. കാരണം എന്താ, നമ്മളൊരു സാധനം വിൽക്കാൻ എളുപ്പമായി, നമ്മൾ എന്താണ് അവരെ അവിടെ പിടിച്ചു നിർത്തണം. ഒരു കസ്റ്റമറിനെ അവിടെ പിടിച്ചു നിർത്തുന്നതിലാണ് കഴിവെന്ന് പറഞ്ഞാൽ. അതിനെന്താ, ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഷോറൂമുകളുണ്ട്, ഈ ഷോറൂമിൽ ആദ്യം അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൂടെ ജോലി അവസരം ഉണ്ടാക്കി കൊടുക്കുന്നേ. അപ്പം എന്താ, കസ്റ്റമറിനെ സംബന്ധിച്ചുള്ള ഇത് എല്ലായിടത്തും നോക്കുമ്പോൾ ഹോണ്ട അല്ല ഹീറോ ഓത്തറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുമ്പോൾ ആൾക്കാർ വിശ്വസിച്ച് കയറിച്ചില്ല. എന്നിട്ട് ഒരു വലിയ സർട്ടിഫിക്കറ്റും കൊടുക്കുക. ആൾക്കാർ അവിടെ വെക്കുമ്പോൾ അറിയാലോ ഇവന് പണി അറിയാന്ന് പറയാ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞാൽ പോരെ. അതിനിപ്പോൾ അതുമല്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റേ നീ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിൽ ചെയ്യുന്ന വലിയ പുറത്തുനിന്ന് മെയിൻ ആൾക്കാരെ എടുത്തിട്ട് ചെയ്ത് ഒരു 4 വട്ടം ചെയ്താൽ മതി. ആൾക്കാർ ക്യൂ നിൽക്കും, വണ്ടി വാങ്ങാൻ ക്യൂ നിൽക്കും ആൾക്കാർ. അതാ ഇത് മണ്ടന്മാർ. പിന്നത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി വാങ്ങിയിട്ട് ഈ സാധനത്തിന് എന്തെങ്കിലും കേട് വരിക എന്നുള്ളത് ആ ഒരാഴ്ചക്കുള്ളിൽ ആൾക്കാർക്ക് ശരിയാക്കി കൊടുക്കാനുള്ള വകുപ്പ് കാണാം. ഈ 2-3 മാസം ഇട്ട് ഇതാക്കാണ്ട് ഈ ഒരുത്തന് ആഗ്രഹിച്ച ഒരു വണ്ടി വാങ്ങിയിട്ട് ഒരു പ്രശ്നം വന്നിട്ട് വണ്ടി കൈ കിട്ടിയേക്കാൾ ഷോറൂമിൽ കിടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ആൾക്കാർക്ക് പ്രശ്നം വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം മറ്റേ നമ്മുടെ അവിടെ ഒരു കാളി, അവൻ മറ്റേ ആഗ്രഹിച്ചൊരു പുതിയ ബൈക്ക് സ്പ്ലെൻഡർ വാങ്ങിച്ചു. സ്പ്ലെൻഡറാണ്, ഓക്കെ, എന്താണേലും എന്ത് വണ്ടി ആയിക്കോട്ടെ, വിലയൊന്നും അല്ല പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ച് വാങ്ങുന്നൊരു സാധനം നമ്മുടെ സ്വത്താ. അവൻ്റെ വണ്ടി അവൻ ആക്സിഡന്റ് ആയി, ഇവര് അവിടെ കൊണ്ടുപോയി കൊടുത്തു ഷോറൂമിൽ. ഇതായി 1 മാസം കഴിഞ്ഞിട്ട് വണ്ടിയെല്ലാം ശരിയാക്കി തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നോക്കുമ്പോൾ വണ്ടിയിൽ മൊത്തം തുരുമ്പ്. എവിടെയാ? അതായത് ഫോർക്കിന്റെ അവിടെ അല്ല ഫോർക്കിന്റെ മേലത്തെ ക്യാപ്പിന്റെ അവിടെ ഇവന്മാരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി എന്താ ഒന്ന് സേഫ് ആയിട്ട് വെക്കാണ്ട് ഇതിന്റെ ഷോറൂമിന് ഫ്രണ്ടിൽ മഴയും വെയിലും കൊണ്ടുവന്ന് വെച്ചു. നമ്മളൊരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിച്ചാൽ അതിനൊരു റെസ്പെക്ട് ചെയ്യാനുള്ള അവർക്ക് വേറൊരാളുടെ ഒരു മുതലാണ്, അതിനോടൊരു ആദരവും ബഹുമാനം കാണിച്ച അവർക്ക് ചിലപ്പോൾ നിത്യം ഉപയോഗിക്കേണ്ട ഒരു സാധനമായിരിക്കും. ഞാൻ പറയാ, അവൻ എന്നിട്ട് അവൻ്റെ പറഞ്ഞിട്ടല്ലോ ഇനി ഞാൻ മേലെ ഹീറോയുടെ വാങ്ങൂലെന്ന്. അതെ, അവൻ ഇതേ കാര്യത്തിന് എത്ര പേരോട് പറയും. അപ്പൊ ഹീറോ വാങ്ങുന്ന എത്ര പേര് മൈൻഡ്. ഈ പല വണ്ടികൾക്കും ചീത്തപ്പേര് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ അതായത് ഒരു സെയിലിന് ശേഷമുള്ള പിന്നീടുള്ള അനുഭവങ്ങളാണ് ആൾക്കാരെ വേണ്ടാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കമ്പനികൾക്ക് ചെയ്യാൻ പറ്റിയാണ്ടല്ലോ 100%. ഇപ്പൊ ഏത് കമ്പനി ഇറക്കിയോ ആൾക്കാർ, ഇപ്പൊ മഹീന്ദ്ര മറ്റേ വണ്ടി ഇറക്കിക്കോണ്ട്, മഹീന്ദ്രയാണ് ഏതാ വണ്ടി ഇറക്കി, മോജോ ഇറക്കിക്കൊണ്ടിരുന്നതാ മഹീന്ദ്ര അല്ലേ, അവരിത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും വണ്ടി വിറ്റ് പോയാൽ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടി പോകുമ്പോ എന്നാ രസം കേൾക്കാനായിട്ട് അതെല്ലാം നശിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ കമ്പനി, അതായത് ഇവർക്ക് ഈ ഡെവലപ്മെന്റും ഇതും തമ്മിൽ സെയിൽസും ഇത് കഴിഞ്ഞിട്ട് വേറെ ടീമുകളാന്ന് തോന്നുന്നു. ഇവർക്ക് നഷ്ടം വലിയ മണ്ടന്മാരെ ഏതാ മനസ്സിലാവത്തെ, അല്ലെ ബാക്കിയുള്ള ലാഭം ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് നഷ്ടം. ഇവരെ ഹീറോയെ സംബന്ധിച്ചുള്ള ഇവർക്ക് ബാക്കി വണ്ടികൾ വിറ്റ് പോകുന്നുണ്ട്. ഇവര് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കമ്പനികൾ എന്തിനും ബാക്കിയുള്ളവരുടെ കൈ കടത്താൻ വേണ്ടി ഈ സാധനം ഇറക്കണം. ഇതൊരാൾക്കൊരു ആഗ്രഹിച്ച് ഇവർ ഈ പരസ്യമായിട്ട് ആൾക്കാരെ കൊതിപ്പിച്ചല്ലേ സാധനം വാങ്ങിക്കുന്നേ. ഇല്ലാത്ത പൈസ മുടക്കി ആഗ്രഹിച്ച് ആദ്യമായിട്ട് വീട്ടുകാരുടെ കൈയും കാലും പിടിച്ചായിരിക്കും ഓരോരുത്തന്മാർ വണ്ടി വാങ്ങിപ്പിക്കുന്നത്. എന്നിട്ട് അത് ലോൺ എടുത്ത് ഭയങ്കര വലിയ പലിശക്ക് ലോൺ എടുത്ത് ആഗ്രഹം കൊണ്ട് വാങ്ങുന്നതായിരിക്കും. ഇത് ഏറ്റവും നല്ലൊരു കമ്പനിയെ സംബന്ധിച്ചുള്ള അത് അവർക്ക് ഏറ്റവും രീതിയിൽ സുഖകരമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ. പ്രശ്നം പറ്റിയാൽ ഞാൻ ഒരു നിമിഷ നേരം കൊണ്ട് പരിഹരിച്ചു കൊടുക്കുക. ഒരാഴ്ച 1 മാസം ഒന്ന് കിടത്താണ്ട് 2 ആഴ്ച കൂടിപ്പോയി 2 ആഴ്ച കിടത്തിട്ട് വണ്ടി തിരിച്ചു കൊടുക്കുക. അല്ല, ഞാൻ ആലോചിക്കുക പാർട്സിന്റെ വരവിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇത് ലാഗ് അടിപ്പിക്കുന്നത്. പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് ആക്കി കൊടുത്താൽ അത്രയും പെട്ടെന്ന് വെറുതെ. ഞാനിതാ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഇവരിപ്പോ
അതായത് ഈ പാർട്സിൻ്റെ ഒന്നും ഇത് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇറക്കി കഴിഞ്ഞത് ബാക്കി കമ്പനികൾക്ക് അവർക്ക് അടിച്ചിറക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇവരെന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർ ലോക്കൽ സാധനം അടിച്ചിറക്കും. ആ നേരം കൊണ്ട് ഇവർ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് ടീമുകൾ ഇതാക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാർട്സിന് അവൈലബിലിറ്റി കിട്ടൂലേ. ഈ പ്ലാസ്റ്റിക് ഒക്കെ സാധനം നമ്മൾ ആക്റ്റീവേഡ് ഒന്ന് വാങ്ങിയതിൻ്റെ അവസ്ഥ ആലോചിച്ചു എന്താണ്. ആ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയ ലൈറ്റൊക്കെ എന്നാ ലൈറ്റായിരുന്നു. ഇത് ചുമ്മാ കുറെ വെള്ളി അടിച്ചിട്ട് ഒരു സാധനം തോട്ട പൊടിഞ്ഞു വന്നൊരു സാധനം, എന്നിട്ട് മുടിഞ്ഞ പൈസ കൊടുത്തിട്ടാണ് ആ സാധനം വാങ്ങിയത്. ഇതൊക്കെ ഇതിന് സൂക്ഷിച്ചു വെക്കുന്നേ. ഇതൊക്കെ ബാക്കിയുള്ള കമ്പനിയിലൊക്കെ ഉണ്ടാ. ഇപ്പൊ ഇവര് കൊടുത്തില്ലെങ്കിൽ അവന്മാര് നല്ല അച്ചുണ്ടാക്കി ഇറക്കും സാധനം, നല്ല ചാത്ത സാധനം ഇറക്കും. ആ നേരം കൊണ്ട് ഇവർ ഈ സാധനം കൃത്യമായിട്ട് മെഷർമെന്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഹോണ്ടയുടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ലോഗോ അടിച്ചിട്ട് വിടുകയാണെങ്കിൽ ആൾക്കാർക്ക് ചീപ്പ് റേറ്റ് സാധനം വാങ്ങി എടുക്കട്ടെ. ഇത് എനിക്ക് ഇപ്പോഴും ഇത് ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കുറച്ച് നാളത്തേക്ക് ആടി ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് മുമ്പ് സാധനം തിരിച്ചു വരും. ഇത് ആ തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവില്ല ഇത് ഞങ്ങൾ എവിടെ പഴച്ചെന്ന് പറയാൻ പറ്റൂല. അതെ, ഇതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എനിക്കത് പൊന്നനും അതിൽ നിഗമനത്തിൽ തന്നെ എത്തുന്നു. ഈ ബൈക്കല്ല ശരിക്കും പ്രശ്നം, ഈ ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. അതെ, അവരാണ് ഈ വണ്ടിയെ നശിപ്പിച്ചത്. അതായത് ഇപ്പോൾ ചില നല്ല കഴിവുള്ളവരുണ്ടാവും, ചിലവർ കാരണം അവരുടെ കഴിവ് മൊത്തത്തിൽ ലോകത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകും. കാരണം അവരുടെ ആ നെഗറ്റീവ് ഇത് ഷെയ്ഡിലായിരിക്കും ഇവർ ഉണ്ടാവുക. ഇവർ നല്ലതായിരിക്കും, പക്ഷെ ആ ഷാഡോയുടെ അകത്തായിരിക്കും ഉണ്ടാവുക. ഈ ഹീറോ കാണിച്ച ഈ തോന്നിയാസാണ്. അതായത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യിക്കില്ല, കംപ്ലൈന്റ് വന്ന വണ്ടി, ടെക്നീഷ്യന്മാരില്ല, ഷോറൂമിന്റെ അവൈലബിലിറ്റി, പാർട്സ് ഇല്ല. ഈ പ്രശ്നമാണ് ഈ ബൈക്കിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സമയത്ത് ഇപ്പോഴും ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ബൈക്കാക്കി മാറ്റിയത്. വണ്ടി നല്ല വണ്ടിയാ, ചിലവർക്ക് നിർഭാഗ്യവശാൽ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള, കാരണം ഇതിൽ കുറെ വയറിങ്ങും കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ഉള്ള, അത്യാവശ്യം കുറച്ച് ഇലക്ട്രോണിക്സ് ഉള്ള ബൈക്കാണ്, സെൻസേഴ്സ് ഒക്കെ. ചിലത് ഫെയിലാവും നമ്മുടെ നിർഭാഗ്യവശാൽ, അതുകൊണ്ട് വന്നവരുണ്ട്. പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ ആദ്യം ഇറക്കുമ്പോൾ ചിലർ നിർഭാഗ്യവാന്മാരാണ്, അതിന് വേറെ പറയാനില്ല. ചിലർക്ക് അങ്ങനത്തെ കിട്ടും, അതൊരു പരീക്ഷണമാണ്, ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ. ഇതാണ് ഞാൻ പഠിച്ച ഷൂമി പറയുന്ന ഒരു കാര്യം, ഞാൻ പഠിച്ചൊരു കാര്യം, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി എടുക്കരുത്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കല്ല, അത് എന്ത് സംശയമാണെന്നറിയോ, ഇങ്ങനത്തെ പ്രശ്നം വല്ലതും വരുമോ, അതായത് ഇത് വരുമോ അത് വരുമോ, അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ എടുക്കണ്ട. നീ എങ്ങനെയാ വണ്ടി എടുത്തേ? ഞാൻ വണ്ടി എടുത്ത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ച ഞാൻ വണ്ടി എന്താ പറയുക, നമുക്ക് അറിയില്ല ആ സമയത്ത്, റിവ്യൂ ഒന്നും ഇല്ല. അതായത് ആൾക്കാരുടെ റിവ്യൂ ഒന്നും വന്നിട്ടില്ല ആ സമയത്ത്. ഞാൻ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് ഹിമാലയന്റെ അതേ ഇതിൽ തന്നെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രൂസ് ചെയ്യണം. പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓഫ് റോഡ് ചെയ്യാൻ പറ്റും, എക്സ്പൾസ് ഓഫ് റോഡിങ് ഇതാണല്ലോ. ആ രണ്ടും മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ, നിസ്സാരം, ഇത്രേ ഉള്ളൂ, വേറെ ചിന്തിച്ചില്ല. ഞങ്ങൾ പോയി വണ്ടി ബുക്ക് ചെയ്ത് 4 മാസം കഴിഞ്ഞപ്പോൾ, 4 മാസം എടുത്തില്ല, 2 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. 2 മാസം എടുത്തില്ല, പെട്ടെന്ന് സാധനം കിട്ടി. 4 മാസം എനിക്ക് ഹിമാലയനായിരുന്നു 4 മാസം 4 മാസം കഴിഞ്ഞിട്ട് കിട്ടി. ഓഗസ്റ്റിൽ എങ്ങാണ്ട് ബുക്ക് ചെയ്ത്, ഓഗസ്റ്റ് അവസാനം ബുക്ക് ചെയ്തിട്ട് സെപ്റ്റംബർ പകുതിക്ക് 3 ആഴ്ച എങ്ങാണ്ട് എടുത്തു, അത്രേ ഉള്ളൂ. 3 ആഴ്ച എടുത്തപ്പോഴത്തേക്കും വണ്ടി കിട്ടി. വണ്ടി സംശയം എടുക്കരുത്, നമുക്ക് സംശയമില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നുന്നു, നമുക്ക് ഈ വണ്ടികളോടുള്ള നമ്മുടെ ഒരു മനോഭാവം അനുസരിച്ച് വണ്ടികൾ നമുക്ക് അത് ജീവിതത്തിൽ എന്താണെങ്കിലും നമ്മൾ ആ സാധനത്തോട് കാണിക്കുന്ന ഒരു ഇതനുസരിച്ച് നമുക്ക് സാധനം തിരിച്ച്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടി എടുത്തിട്ട് ആ വണ്ടി അനക്കാണ്ട് വെച്ച്, അല്ലെങ്കിൽ വണ്ടിയെ മറ്റേ ആനയെ കാണുന്ന പോലെ കണ്ട് അനക്കാണ്ട് വെച്ച് എടുത്ത് 3-4 വട്ടം പോയി ആക്സിഡന്റ് ആയി. അതെന്താ പറയുക, നമ്മൾ ആ വണ്ടിയോട് എങ്ങനെ പെരുമാറുന്നതനുസരിച്ച് ആ വണ്ടി നമുക്ക് തിരിച്ചു തരുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു വിശ്വാസമുള്ളവനെ, അതായത് പിശാചില് പ്രേതത്തിൽ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം രാത്രി ജനല് കാറ്റത്ത് അടിച്ചു കഴിഞ്ഞാൽ പ്രേതം. അതെ, അതിൽ വിശ്വാസം ഇല്ലാത്തവന് അയ്യോ കാറ്റ്. അത്രേ ഉള്ളൂ സംഭവം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയോട് കാണിക്കുന്ന, ഇപ്പൊ വണ്ടികൾ ഏത് വണ്ടികളല്ല, എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിനോട് കാണിക്കുന്ന മനോഭാവം പോലെ നമുക്ക് അതിനോടുള്ള ഇത്, അതിനകത്ത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് ആകർഷിക്കുന്നു അത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ നെഗറ്റീവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ, കാണുകയും ചിന്തിക്കുകയും കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ വണ്ടി തരുള്ളൂ. അതെ അല്ലേ? അതെ. അതായത് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഞാനൊരാളെ വെറുക്കുകയാണെങ്കിൽ അവൻ എത്ര നല്ല ചെയ്താലും അതിൽ ഞാൻ ഒരു കുറ്റം കണ്ടെത്തും. പിന്നെ ചില കൃമികളുണ്ട് കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നത്, അതിൽ അതേ നോക്കിയിട്ട് അവരുടെ അടി കിട്ടാത്തതിന്റെ കേൾക്കാതിരിക്കുന്ന നല്ലത്. പക്ഷെ ഈ സംഭവം
നമ്മൾ ഈ വണ്ടി തുറന്നു കഴിഞ്ഞാൽ അല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതിന്റെ അൽഗോരിതം എന്താന്ന് പറയുക, നമ്മൾ എന്ത് ചിന്തിക്കുന്നു ആ സാധനം അതേപോലെ കാണിച്ചു തരും. അതെങ്ങനെ അത് പറ്റുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് ഭയങ്കര ആക്യുറേറ്റ്. അത് ചില സമയത്ത് നമ്മൾ കണ്ടു കുറച്ച് കഴിയുമ്പോൾ നല്ലത് കാണിക്കും, ചില സമയത്ത് ഒരു ഇതിൽ മെനക്കെട്ട സാധനങ്ങൾ കാണിച്ചോണ്ടി. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നത് ചിന്തിക്കുന്ന സാധനം നമ്മളെ മുന്നിലെത്തുക. ഇപ്പൊ ഒരുത്തൻ നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ വണ്ടിയെ പറ്റി നമ്മുടെ ചിന്ത ഇതാണ്. അപ്പൊ ഇവൻ പറഞ്ഞ പോലെ അതാണെങ്കിൽ വണ്ടി എടുക്കണ്ട, മനസ്സിന് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കാം. ആൾക്കാരുടെ അഭിപ്രായം സത്യം ഞാൻ പറയാൻ വരുന്നത്, ഞാൻ പറയുമ്പോൾ 2-3 പേരുടെ അഭിപ്രായം കേൾക്കും. നമ്മൾ എടുക്കുന്ന വണ്ടി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ആയിരിക്കണം. വേറെ വരുന്നത് ഈ അഭിപ്രായം പറയുന്നവർക്ക് എന്ത് യോഗ്യത ഉണ്ടെന്നുള്ള ആലോചിക്കണം. ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഇതുപോലത്തെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ, വലിയ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ ശീലമുണ്ടോ? ഈ അഭിപ്രായം പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു യോഗ്യത ഇല്ലാത്ത ഈ സ്കൂട്ടർ ഓടിച്ച് കിടക്കുന്ന ആൾക്കാരായിരിക്കും അഭിപ്രായം പറയുന്നത്. അങ്ങനത്തെ ഉള്ളവർ അഭിപ്രായം കേട്ട് വാങ്ങണ്ടേ. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടി വാങ്ങിയാൽ അതിന് പ്രശ്നങ്ങളുണ്ടാകും, അത് സഹിക്കാൻ നമ്മൾ 100% ബാധ്യസ്ഥരാണ്. അതില്ലാത്ത ആൾക്കാർ വണ്ടി വാങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അതെ, അതായത് ഇപ്പം നമ്മൾ ഇത്രയും നെഗറ്റീവ് വണ്ടിയെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ എല്ലാ കോയിനും 2 വശമുണ്ട്. ഇത്രയും നെഗറ്റീവ് ഉണ്ടെങ്കിലും എൻ്റെ വണ്ടിയിൽ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് നമുക്ക് 2 പേർക്കും തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തോന്നിയ കുറേ പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഈ വിലയ്ക്കും ഇതിൻ്റെ മേലത്തെ വിലയും കിട്ടാൻ പറ്റുന്ന ഒരു നല്ല ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ 210-ലാണുള്ളത്. അതായത് ആ ഒരു 210mm ഫ്രണ്ടും 205mm ബാക്കും, അതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഓടിക്കണം. അത് ഓഫ് റോഡിങ്ങിലാണ് അതിൻ്റെ ഇത്. ഓൺ റോഡ് ആണെങ്കിലും ഒരു ബൗൺസിങ് എഫക്റ്റ് ഇല്ല സാധനത്തിന്, അത്യാവശ്യം സ്റ്റിഫാണ്. പക്ഷെ ഓഫ് റോഡിങ്ങിൽ ആ സ്റ്റിഫ്നെസ് എത്രത്തോളം നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ നമ്മളെ പോസിറ്റീവ് ആക്കുന്നുണ്ടെന്നുള്ളത്. ഞങ്ങൾ 2 പേരും ഏകദേശം ഒരേപോലെയാണ് ഓഫ് റോഡിങ് ഓടിച്ചു തുടങ്ങിയത്. ഹിമാലയം അതിങ്ങനെ ചാടിച്ചാൽ ചെറുതായിട്ട് എരപ്പിച്ച് ഇങ്ങനെ കുഴിയൊക്കെ ചാടിച്ച് ഫ്രണ്ട് പതുക്കെ പൊക്കിയാണ് പഠിച്ചത്. ഞാൻ എൻ്റെ വണ്ടി കിട്ടിയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഇപ്പൊ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. അയ്യോ, അതായത് എനിക്ക് ട്രെയിൽ ഓടിക്കുമ്പോൾ എനിക്ക് 30-40 വരെ എനിക്ക് ട്രെയിൽ ഓടിക്കുമ്പോൾ സ്പീഡിൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, കോൺഫിഡൻസോടെ, പേടിയില്ലാണ്ട്. ചരലും കല്ലും ഉള്ള റോട്ടിൽ കൂടെ. ചരലും കല്ലും അല്ല, ഇവന്റെ എന്ന് പറയുമ്പോൾ ചാടിക്കലാണ് ഒരു രക്ഷയില്ല. കാരണം ഞാനാണ് ഈ മുന്നു പൊക്കുന്ന കാര്യം ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. ഞാനിപ്പോഴും മുന്നു പൊക്കുന്നതിൽ തന്നെ നിൽക്കുകയാണ്. ഇവൻ അന്ന് എവിടെയായിരുന്നു, ആലപ്പുഴ പോയപ്പോ എനിക്ക് ഇവനോട് ഇതുപോലെ അസൂയ തോന്നിയ ഒരു ഞാൻ സത്യം പറഞ്ഞു, ഞാൻ എനിക്കിങ്ങനെ കുശുമ്പ് തോന്നാറില്ല. എനിക്ക് അന്ന് ഇതുപോലെ ഒരു കുശുമ്പ് വന്നിട്ട് സത്യം പറഞ്ഞു ഞാൻ ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങളുടെ അവസ്ഥയും ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഇത് ആലോചിക്കും, എന്തത് ഇങ്ങനെ തോന്നി. ഇവനൊരു ചാട്ടം ചാടിച്ചിട്ട് ഞാനിങ്ങനെ പുറകിൽ വരും, നോക്കുമ്പോൾ 2 ടയർ എയറിൽ ഇവന് ചാടിച്ചിങ്ങനെ എയറിൽ മറ്റേ ഇതിൽ കാണൂലേ, ഏതാ മറ്റേ ഈ റാലിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ചാട്ടി ഇങ്ങനെ ബാക്ക് ടയർ ലാൻഡ് ചെയ്ത് ഫ്യൂന്ന് പറഞ്ഞൊരു പോക്ക്. എൻ്റെ അമ്മ, ഞാൻ അസൂയ കൊണ്ട് കുശുമ്പ് കുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ അത്ര കോൺഫിഡൻസ്. കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ സംഭവം, കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങൾ ഓഫ് റോഡ് അടിച്ച്, ഓഫ് റോഡിൽ കുറച്ചങ്ങോട്ട് പോയി, ഒരു ഓഫ് റോഡ് കഴിയും തിരിച്ചിട്ട് ഇവൻ ചാടിക്കാൻ പറഞ്ഞ് ഇവൻ ചാടിച്ച് സുഖമായിട്ട് ചാടിച്ചിങ്ങ് പോയെന്ന്. ഞാൻ കയറി താഴോട്ട് നോക്കുമ്പോൾ ഇത് അഗാധമായ ഗർത്തം. ഞാൻ എന്നിട്ട് അവിടുന്ന് പിൻവാങ്ങി സാധനം വെച്ച് ആയുധം വെച്ച് കീഴടക്കി. എനിക്കത് കൊണ്ട് പറ്റണം. ഞാനിപ്പോൾ ഫ്രണ്ട് പൊക്കുന്നതിൽ മാത്രം നിൽക്കുക, ചെറിയ കുഴി അടിക്കല് മാത്രമാണ് എൻ്റെ. അതായത് അത്ര എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി തന്നെ ഈ ഒരു ഒറ്റ വണ്ടി. ഞാൻ അത്ര ഓടിച്ചിട്ട് എനിക്ക് 1 കൊല്ലത്തിനിടയിൽ ഞാൻ ഈ വണ്ടി ഓഫ് റോഡിങ് ഓടിച്ച് ഞാൻ അത്ര ഇമ്പ്രൂവ് ആയി. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫസ്റ്റ് നമ്മുടെ മറ്റേ കണ്ണൂരുള്ള ഓഫ് റോഡ് പോയപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം, ഞാൻ ആ വരുന്ന വഴിക്ക് പറഞ്ഞൊരു കാര്യം, അതായത് എന്നെ പോലത്തെ ഒരു ബിഗിനറിന് ഇത്രയും കോൺഫിഡൻസ് തരിക വണ്ടി. അതായത് നീ പൊക്കോ, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ മറയില്ല, ഞാനല്ല ഇടിച്ചു നിരത്തി പൊക്കോളാം, നീ എന്നെ കൊണ്ട് പൊക്കോ എന്നുള്ള രീതിയില് നല്ല സസ്പെൻഷനാ വണ്ടിയിലിരിക്കുന്നത്. ഇനി അതിന്റെ റാലി സസ്പെൻഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാ അമ്മമാരുടെയും വായിലേക്ക് അടിച്ചും കൊടുക്കും. ഫ്രണ്ടില് 270mm ബാക്കിൽ 280mm ആണ് ട്രാവൽ വരാൻ പോകുന്നത്. KLX-ഉം അഡ്വഞ്ചർ 390R-ഉം എല്ലാം. ഞാൻ നോക്കട്ടെ, റാലി സീറ്റ് വെച്ചപ്പോൾ തന്നെ എനിക്കിപ്പോ ഇത്രയേ ഉള്ളൂ. ഇനി അത് കൂടെ വെച്ചാൽ ഇങ്ങനെയായിരിക്കും. പിന്നെ അതായത് അത്രയും നല്ല ആക്സസറീസും ഓഫ് റോഡിങ്ങിൻ്റെ ഒരു ചെറിയ പാരമ്പര്യമുള്ളൊരു ബ്രാൻഡാണ്. ഓഫ് റോഡിങ് ഇഷ്ടമാണെങ്കിൽ
അതിന് പറ്റിയ സസ്പെൻഷനും പറ്റിയ ഷാസിയാണ് ഈ വണ്ടിയുടെ. ഫ്ലിക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ തെറിച്ച് വണ്ടി പോകും. വണ്ടി ഒന്നും ഒരു വിഷയമില്ലാത്ത അത് ആ ഒരു കാര്യത്തില് വണ്ടിക്ക് വെയിറ്റ് ഉണ്ടെന്നേ തോന്നില്ല, അല്ല തൂവല് പോലെയാണ് പോകുന്നത്, നമുക്ക് ഒരു കയ്യിൽ ഇരിക്കുന്ന അറിയില്ല. അതെ, പിന്നെ സ്പ്രോക്കറ്റ് 46 ടീത്തിന്റെ ആയതും കൊണ്ട് സെക്കൻഡ് ഗിയറിലൊക്കെ ആണെങ്കിലും നല്ല. ഞാൻ ആ വണ്ടി കിട്ടിയ സമയത്ത് ആദ്യം സെക്കൻഡ് ഗിയറിലാണ് ഫസ്റ്റ് ഗിയറിലിട്ട് ഓടിക്കില്ലായിരുന്നു. ഹിമാലയൻ ഓടിക്കുന്ന പോലെ അല്ല കേട്ടോ, ഹിമാലയന്റെ ആ ഫീല് വേറെയാണ്. ട്രാക്ടർ ഓടിക്കുന്ന പോലെ തള്ളി ഇതല്ല, ഇത് നമുക്ക് ഇത് ഉന്തുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റും. അത് സെക്കൻഡ് ഗിയറിൽ കിട്ടും കൊടുത്താൽ പോകും. അതെന്താ പറയാ, തുടക്കത്തിലുള്ള ഒരു ചാട്ടം മാത്രം. ഇതിനെന്താന്ന് പറയുമ്പോൾ ഈ ഹൈ റേവിംഗ് എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് RPM കയറിയാലാണ് ഇതിന്റെ ടോർക്ക് കയറി വരും. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇതിന് ഇനീഷ്യൽ ടോർക്ക് ഉണ്ട്, ഈ സാധനം ചാടുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഗിയർ ഇട്ട് ട്രാഫിക്കിൽ കൂടെ ഓടിക്കണം, തുള്ളി ഈ ചാട്ടാണ്. ഇത് ഇത്രയും തോന്നിയാസങ്ങൾ ഇത്രയും ഓടിക്കലൊക്കെ ഓടിച്ചാലും 40-41 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടും വണ്ടിയിൽ. ഒരു 80-ന് താഴെ 80-85-നുള്ളിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കുറവ് കാണിച്ചത് 38 എങ്ങാണ്ടാണ്. പറഞ്ഞു കൊടുക്കുക, കാരണം 120-ലാണ് ഞാൻ ഹൈവേ കൂടെ ക്രൂസ് ചെയ്തത് വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് 80-85-ലൊക്കെ ആണെങ്കിൽ ഞാൻ 2 പേരെ വെച്ച് ബാംഗ്ലൂർ 39.5 കിട്ടിയത്, 2 പേരെ വെച്ച് പോയിട്ട്. പുറകിലിരുന്ന എൻ്റെ അവസ്ഥ അത് തീരുമാനമാകും. പിന്നെ ആവശ്യത്തിന് പെർഫോമൻസ് ഉണ്ട് നമ്മുടെ എല്ലാ നാട്ടിലൂടെ ഓടിക്കാനുള്ള പെർഫോമൻസ്. ഞാനതന്നെ, ഇത് നമ്മൾ അന്ന് വാങ്ങിയപ്പോൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ വണ്ടി ഇത്രയും ചെറിയൊരു പൈസക്ക് അത്യാവശ്യം വില പറഞ്ഞു. ഞാൻ വാങ്ങിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ടാക്സിന്റെ ഇത് വരുന്നത്. 15,000 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് വണ്ടിയിൽ. ഇത്രയും ചെറിയ പൈസക്ക് നല്ലൊരു പാക്കേജാണ്. അതെ, സംഭവം ഓഫ് റോഡ് പോകണമെങ്കിൽ ഓഫ് റോഡ് പോവാം, മറ്റേ ടൂറിങ് പോകണേ ടൂറിങ്. ആ കുഴപ്പം ടൂറിങ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സോളോ മാത്രമേ ഉള്ളൂ. പുറകിൽ ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ അതിന് സീറ്റ് വേറെ നോക്കണം. കാരണം പുറകിലെ സീറ്റിന് ആകെ ഇത്രയും കട്ടിയുള്ളൂ. പിന്നെ അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണല്ലോ. ഒരു മാക്സിമം 1000 രൂപ കൊടുത്താൽ മതി സീറ്റ് ഷോപ്പിൽ മതി. എന്നാലും വേറെ നമ്മൾ അങ്ങനെ പില്ലിനെ വെച്ച് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ പോയിട്ട് ജെൽ സീറ്റോ അല്ലെങ്കിൽ കുറച്ച് പൊന്നി അധികം കയറ്റിയാൽ പരിപാടി നടക്കും. റാലി സീറ്റ് വെച്ചോ. അതാണ് നേരത്തെ ഞാൻ പറയണമെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം അതാണ്. ആദ്യം നീ പറഞ്ഞപ്പോൾ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ, ഇതിനുള്ള എനിക്ക് കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം സീറ്റായിരുന്നു. ഈ സീറ്റ് നമ്മൾ ഇരുന്ന് ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് ഈ സീറ്റ് ചളിങ്ങി അങ്ങ് പോയിട്ട് നമ്മൾ നേരെ ഫ്രെയിമിലേക്ക് പോയി ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ പുറകിലോട്ട് കയറിയിരുന്ന് ആ പഞ്ഞി പൊങ്ങുന്നവരെ എന്നിട്ട് പിന്നെ അവിടെ വേദന ചെയ്യുമ്പോൾ മുന്നോട്ട് ഇറങ്ങിയിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ആ സീറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആ റാലി സീറ്റ് കയറ്റിയതിന് ശേഷം ഒരു രക്ഷയില്ല. അതിനകത്ത് ഇരുന്ന് ഞാൻ ഓടിച്ചു നോക്കിയില്ല, പക്ഷെ ഞാൻ ആദ്യത്തെ ഇരുത്തത്തിന് എനിക്ക് മനസ്സിലായി അത് വേറെ ലെവൽ. അത് ഇരുന്നിട്ട് താഴേക്ക് പോകുന്നു, നമ്മൾ സോഫയിൽ ഇരിക്കുന്ന പോലെ. പിന്നെ അതുമല്ല ഒരു കുതിരപ്പുറത്ത് ഇരിക്കുന്ന പോലെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നാ രസം അതിനകത്ത് ഇരിക്കുമ്പോൾ മുന്നിൽ കാണാനായിട്ട്. എനിക്ക് എന്തായാലും എനിക്ക് ആ സീറ്റിലുണ്ടായിരുന്ന കംഫർട്ടിന്റെ പ്രശ്നം സത്യം പറയാം. ഞാനിപ്പോൾ ആ റാലി സീറ്റോട് സെറ്റായി വരാൻ തുടങ്ങി. എനിക്കിപ്പോൾ അത് മാറി. പക്ഷെ ടൂർ പോയി നോക്കണം, എന്നാലാണ് ഈ ഗ്യാരണ്ടി ടൂർ പോലെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ടൂറിങ്ങിന് അത് നല്ലതായിരിക്കും എനിക്കും തോന്നുന്നു. കാരണം എന്താ പറയുക, അത്ര കട്ടിയുണ്ട്. മറ്റേത് വെച്ചാൽ ആട് നമ്മളുടെ വ്യത്യാസമാണ്. ഇത്രയും പഞ്ഞിയിലാണ് വ്യത്യാസമുള്ളത്. ഇത്രയും കൂടി ഹൈ ഡെൻസിറ്റി ഫോം, സോഫ്റ്റ് അല്ല, നല്ല കട്ടിയുള്ളത്. ഓടുന്നുണ്ടോ? എന്നെ രസമായി അത് ഇരിക്കുമ്പോ വണ്ടിയുടെ നമ്മളെ ഇതേ മാറിപ്പോയി. വണ്ടി ഇരുന്നപ്പോ വേറൊരു വണ്ടിയിൽ ഇരിക്കുന്നത്, വണ്ടിയുടെ അകത്തിരിക്കുമ്പോ ഇതിപ്പോ വണ്ടിയുടെ മേലെ ഇരിക്കാനായിട്ട് അതെനിക്ക് ഓടിച്ചു നോക്കണം, എന്നാലും എനിക്ക് പറയാൻ. ഞാൻ ഓടിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ പൊക്കോണ്ടിരുന്നപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ റാലി സീറ്റ് വെച്ച് ആദ്യമായിട്ട് ഓടിച്ചു പോയപ്പോ ഞാൻ ഓട്ടോയുടെ മേൽഭാഗം, ഞാൻ ഓട്ടോയുടെ മേലെ ഞാൻ കറക്റ്റ് പറഞ്ഞ ഞാനിപ്പോ ഇരിക്കുന്ന ഹൈറ്റ് ഏതാ അറിയോ, ഒരു ടിപ്പറില്ലേ, മിനി ടിപ്പറില്ലേ ഇതടിക്കുന്നേ, അതിന്റെ സീറ്റിന്റെ ഒരു ഏകദേശം ഹൈറ്റിലാണ് ഞാൻ ടിപ്പറിന്റെ അടുത്ത് കൂടെ പോയപ്പോ ഞാനും പുള്ളി ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നേ. അതിന്റെ കൂടെ റാലി സീറ്റും കൂടെ വെച്ചാൽ പോവല്ല, റാലി സസ്പെൻഷൻ കൂടെ എയറിലായിരിക്കും, അത് രസമായിരിക്കും. ഓക്കെ, അടുത്ത പറ. അപ്പോൾ ഇതാണ് അഫോർഡബിൾ റേറ്റ് ആണ് വണ്ടിക്ക്. നല്ല സസ്പെൻഷൻ ഉണ്ട്, അത്യാവശ്യം ടൂറിങ് ചെയ്യാൻ പറ്റും, ഓഫ് റോഡിങ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓഫ് റോഡിങ്ങിൽ ബാക്കപ്പ്, ആക്സസറീസിൻ്റെ ബാക്കപ്പ് ഉണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ, നമ്മൾ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. മൈലേജ് അത്യാവശ്യം ഉണ്ട്, ആവശ്യത്തിന് പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇത്ര ഉണ്ട് ഈ വണ്ടിയിൽ. ഒരു അത്യാവശ്യം പിന്നെ സ്മൂത്ത്നെസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോണ്ടയുടെ അത്രയൊന്നും വരത്തില്ലെങ്കിലും അത്യാവശ്യം സ്മൂത്താണ് വണ്ടി. സ്മൂത്താ വണ്ടി അഭിപ്രായത്തിൽ. നമ്മൾ ഇങ്ങനെയാ സാധനം കയറുന്ന, സ്പീഡ് കയറുന്നത്. അതെ, കൃത്യം എനിക്ക് പറയാൻ പറ്റും.
6500 RPM കഴിയുമ്പോഴാണ് വണ്ടിക്ക് വൈബ്രേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. 7000 എത്തുമ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങും. 7000 എത്തുമ്പോഴത്തേക്കും വിറയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വണ്ടി മടുക്കും. പക്ഷെ ആ സ്പീഡ് വരെ എത്തേണ്ട ആവശ്യം നമ്മൾ 80 ക്രൂസ് 80 എന്ന് പറയുമ്പോൾ സുഖമായിട്ട് അറിയൂല, വണ്ടി അങ്ങ് പുട്ടുപോലെ പോകും. അതേപോലെ എനിക്ക് തോന്നിയ കാര്യം 90-നും 100-നും ഇടയിൽ വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. 100 കഴിഞ്ഞിട്ട് 120 വരെ വൈബ്രേഷൻ ഇല്ല. അത് എന്റെ വണ്ടിയുടെ കുഴപ്പമാണോ അതെനിക്കറിയാം. ചിലപ്പോൾ നിന്റെ ശരീരം അപ്പോഴേ അങ്ങനെ ഇരിക്കും, അത് അബ്സോർബ് ചെയ്യുന്നു. കാരണം ഞാൻ ഉള്ള കാര്യം പറയാം, ഞാനത് എനിക്ക് 120 കയറ്റിന്ന് തോന്നുന്നു. 120 എത്തിയപ്പോഴേക്കുള്ള എനിക്ക് മൊത്തത്തിൽ പറയായിരുന്നു. എനിക്ക് ഞാൻ 2-3 വട്ടം അന്ന് ആലപ്പുഴ പോയപ്പോൾ നോക്കി നോക്കി. ആദ്യത്തെ വട്ടം പോയപ്പോഴേക്കും വണ്ടി കറങ്ങി ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ച് നമ്മൾ വന്നപ്പോഴാണ് അപ്പൊ പേടിച്ചു 120 വരെ പോയുള്ളൂ. തിരിച്ച് ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോൾ തീരദേശ ഹൈവേയിലൂടെ ഇപ്പൊ അതിലൂടെ കയറാൻ പറ്റില്ല. നന്നായി നമ്മൾ പോയത് കേട്ടോ. ആദ്യം കയറ്റിയപ്പോ 126 എത്തിയപ്പോഴേക്കും വണ്ടി ഇതേപോലത്തെ പിന്നെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കൺട്രോൾ ചെയ്യും, കാരണം ക്രോസ് വിൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അപ്പുറം പോയിട്ട് ഒരൊറ്റ കൊടുക്കൽ കൊടുത്തു. 138 വരെ ഞാൻ എത്തിച്ചു. 130 വരെ കുഴപ്പമില്ല. പിന്നെ വണ്ടി മടുത്തു. അറിയാൻ പറ്റും നമുക്ക് കയറുന്ന അല്ല. ഞാൻ ഇപ്പൊ നമ്മളൊരു നോർമൽ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് എനിക്ക് മനസ്സിലായത്, ഞാൻ പൊതുവെ ഒരു 80 ഓടിക്കുന്ന 80-70 ഇടയിലാണ് ഞാൻ പൊതുവെ നമ്മൾ ക്രൂസ് ചെയ്യൽ. എനിക്ക് ഈ വണ്ടിക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് 80 ഏറ്റവും ഞാൻ കണ്ട സ്വീറ്റ് സ്പോട്ട്. 80 ഒരു കുഴപ്പമില്ല. 80 കഴിഞ്ഞ് കൊടുക്കുമ്പോഴേക്കും വണ്ടിക്ക് നമുക്ക് വണ്ടി കുറച്ച് വലിക്കും, നമുക്ക് മനസ്സിലാവും. വണ്ടി സ്പീഡ് കയറായികയല്ല, പക്ഷെ വണ്ടിയുടെ എൻജിൻ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് മനസ്സിലാവും. 120 വരെ സുഖമായിട്ട് ക്രൂസ് ചെയ്യേണ്ടവർ ക്രൂസ് ചെയ്യാം. അവിടെ പ്രശ്നം എത്രയേ ഉള്ളൂ, നല്ല റോഡ്. അതെന്തായാലും നല്ല റോഡാണ്. 7500 RPM വണ്ടി ഉണ്ടാവുക. 7500 RPM വണ്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ക്രൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാവർക്കും അത് ഉണ്ടാവൂല. ഞാൻ ആലോചിക്കുക, മറ്റേ നമ്മുടെ ബുള്ളറ്റ് സ്ട്രിങ്സ്, പുള്ളിക്ക് ഹിമാലയൻ 411 സമയത്ത് പുള്ളി പറഞ്ഞത് പുള്ളി 120 ക്രൂസ് ചെയ്യുന്നത്. ആ വണ്ടി 120 ക്രൂസ് ചെയ്യുമ്പോൾ 7000-7500 RPM ക്രൂസ് ചെയ്യേണ്ടി വരില്ലേ? എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ അന്നും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഇന്നും പറയാനുള്ളത്, അതായത് ഈ 120 പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ ക്ഷീണം വരുന്ന സംഭവമാണ്. ഈ കാറ്റടിച്ച് ഒരു പരോ ചിലപ്പോൾ എന്താന്ന് പറഞ്ഞാൽ വേറെ ഗുണമുണ്ട്. നമ്മളിപ്പോൾ പുതിയ KTM ഒക്കെ ഉള്ള പോലെ വലിയ വിൻസ്ക്രീൻ വരുന്ന സാധനങ്ങളാണ്. നമ്മുടെ കാറ്റധികം അടിക്കില്ല, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റും തോന്നുന്നു. പക്ഷെ എന്നാലും ഈ 120 കണ്ടമാനം നേരം നിൽക്കും. പക്ഷെ 80 എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പീഡായിട്ട് എനിക്ക് 80-90 പിടിച്ചു പോകുന്നത്. അത് നമ്മൾ സ്പീഡിന്റെ കാര്യം വിട്ട് ബാക്കി പറ. അതാ അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് ഞങ്ങൾക്ക് കണ്ടൊരു പോസിറ്റീവ്. ഒരു ഓവറോൾ ഒരു നല്ല വണ്ടിക്ക് വേണ്ട പാക്കേജിനകത്തുള്ള എല്ലാ ഇതും എന്നെയും പൊന്നനെ സംബന്ധിച്ച് ടിക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ വണ്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ റിയാലിറ്റി ചെക്ക് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ശരിക്കും എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെടായികയുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല. എല്ലാവരും അൺഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലും സന്തോഷമുള്ളവരുണ്ട്. ഈ വണ്ടി കൊണ്ടും കുറേ പേര് സന്തോഷിക്കുന്നവരുണ്ട്. ഇതൊന്നും നോക്കാൻ ഇതിന്റെ കഴിവും ഇതിന് നല്ലോണം ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട്. വിഷമമുള്ള കുറേ പേര് സൈഡിലുണ്ട്, പക്ഷെ സന്തോഷിക്കുന്ന കുറേ പേര് ഈ സൈഡിലും ഉണ്ട്. നമ്മൾ കാണുന്നത് നെഗറ്റീവാണെന്നതേ ഉള്ളൂ. ഇത് ഈ ലോകത്തിന്റെ ഒരു കുഴപ്പം. കാരണം എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ആൾക്കാരും ഈ ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാത്ത വണ്ടി ആസ്വദിക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും എന്താ ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പേര് ഒത്തുകൂടുന്നത് കുറ്റം പറയാനും അതല്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ഇതിനകത്തും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ ശബ്ദിക്കുന്ന എന്താണ് അതായിരിക്കും നമ്മൾ ഇതായിട്ട് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ അൽഗോരിതം അങ്ങനെയാണല്ലോ. അതായത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ സംഭവം തോന്നുന്നു, റെഡ് കാർ തിയറി ഇല്ലേ? അതൊരു കാര്യമാണ്. ഇത് ഞാൻ നിന്നോടൊന്ന് പറഞ്ഞല്ലേ? അതെ, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കാര്യമാണ്. നമ്മളെ ആദ്യം നീ പറഞ്ഞ റെഡ് കാർ തിയറി എന്താന്ന് പറഞ്ഞുതരാം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചുമന്ന കാറ് ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ പോകുന്ന കാര്യം. അതായത് നമ്മൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കാന്ന് വിചാരിച്ചോ. നമ്മൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നമ്മൾ കാണുന്ന വണ്ടികളല്ല ആ വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ഒരിടയ്ക്ക് നമ്മൾ സ്വിഫ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അമ്മ എപ്പോഴും പറയും പോകുമ്പോൾ
അതെ അതെ ശരി. കാണുന്ന കാറല്ല സ്വിഫ്റ്റാന്ന് പറയും. ഒരിടയ്ക്ക് എന്നിട്ട് നമ്മൾ ഓട് മാറ്റാൻ നോക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും കാണുന്ന ഓടല്ല ഈ ബ്രൗൺ കളർ ഓടാണ്. ശരിയാ ശരിയാ. അതായത് നമ്മൾ പിന്നെ നമ്മുടെ തലച്ചോറ്, അതായത് നമ്മുടെ തലച്ചോറ് കണ്ണിനെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുന്ന ഈ സാധനത്തിലേക്കായിരിക്കും ശ്രദ്ധ. എനിക്കത് കൃത്യം പറയാൻ പറ്റുന്ന 411 നമ്മൾ ആദ്യമായിട്ട് ബൈക്ക് ഞാൻ ഫുള്ളും പിന്നെ പിന്നല്ല നമ്മള് കാറിൽ കൂടെ പോകുമ്പോഴൊക്കെ നീ പറയും കാണുന്ന വഴി അതെന്താ പറയുക, അതാണ് റെഡ് കാർ തിയറി. നമ്മൾ എന്ത് കാണാൻ ശ്രദ്ധിക്കും അത് മാത്രമേ നമ്മൾ കണ്ണിൽ പെടുള്ളൂ. ഇതേ സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് കേട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നോക്കുക, നമുക്ക് നെഗറ്റീവ്, നമ്മൾ നെഗറ്റീവ് തന്നെ കാണുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അൽഗോരിതമാണ്. നമ്മൾ 2 നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കാണുന്ന നെഗറ്റീവ് മാത്രമാണ്. നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ സാധനം നമ്മളെ ഫീഡ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ എന്താ സംഭവം? അതല്ല, എനിക്ക് തോന്നുന്നു പൊതുവെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിൽ അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുന്നത് ഈ നെഗറ്റിവിറ്റിയും ഈ സാഡ്നെസ്സും ആണ്. അതായത് അത് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ സോഷ്യൽ കൂട്ടായ്മയിലേക്ക് ആൾക്കാർ കയറി വരുന്നത് തന്നെ അവരുടെ വിഷമവും അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ഈ സങ്കടങ്ങളും മറ്റുള്ളവരെ കേൾപ്പിച്ചൊരു സമാധാനം കിട്ടുക എന്നുള്ളതാണ് ഭൂരിപക്ഷം വരെ ലക്ഷ്യം. അതായത് എന്താ പറയുക, സോഷ്യൽ മീഡിയ അത് ഞാൻ പറയാം. സോഷ്യൽ മീഡിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ്ട്രീമാണ്. എന്ത് നോക്കിയാലും ഒന്നുകിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ സക്സസ്സും ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടി ഇടി വെട്ട് കുത്ത് കുറ്റം കൊല ഇത് മാത്രം ഈ ഒരു സൈഡിൽ. ഇതിന്റെ രണ്ടിലും നടുവിലുള്ള ആളുണ്ടല്ലോ സാധാരണക്കാർ, അവിടെയാണ് ഭൂരിപക്ഷം ആൾക്കാരും പെടുന്നത്. അതായത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ മിണ്ടാതിരുന്ന് ജീവിതം ആസ്വദിക്കുന്ന ആൾക്കാർ ഇതിന്റെ നടുവിലാണ്. ഇത് കാണുമ്പോൾ വയലൻസ് കാണുമ്പോൾ തട്ടിക്കളയുക, ഇത് കാണുമ്പോൾ ഇത് ഓവറാണ് ചിന്തിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതിന്റെ നടുവിലായിരിക്കുന്നത്. അവർ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രശ്നമാണ് നമ്മളെപ്പോഴും വേർതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് അതാണ് ഈ സോഷ്യൽ മീഡിയ മുതലെടുക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇടതും വലതും നോക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ബ്രസീലും അർജന്റീനയും. ഇതെന്താ പറയുക, 2 അറ്റാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിതം ആരും കാണൂല. ഇതിനിപ്പോൾ സന്തോഷം പറയുന്നത് കാണൂല. ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ഒരുത്തൻ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് അത് കാണിക്കൂല. ആ നേരം കൊണ്ട് 40 കുറ്റം പറഞ്ഞവൻ്റെ ആയിരിക്കും വീഡിയോ ആദ്യം പൊങ്ങി വരിക. അതല്ലെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് ആദ്യം ഡെലിവറി എടുക്കുന്നതായിരിക്കും കാണുള്ളൂ. വണ്ടി ഡെലിവറിയോ അല്ലെങ്കിൽ കുറ്റോ. ഇതല്ലാണ്ട് ഈ വണ്ടി ആസ്വദിക്കുന്ന ആരും കാണിക്കൂല, അതിന് വ്യൂ ഉണ്ടാവില്ല. സത്യം. അപ്പം അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ അഭിപ്രായത്തെ ഇത് സ്വാധീനിക്കുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ, അതായത് അവർ പറയുന്ന റിവ്യൂ ഇത് കേട്ടിട്ട് നമ്മൾ സ്വയമായി ചിന്തിച്ച് നമ്മുടെ വിവേചന ബുദ്ധിയിലുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്ന ഇതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അത് തീർച്ചയായിട്ടും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷെ അതിനെ അല്ല നമ്മൾ സ്വീകരിക്കണം. അതല്ല, ആ അഭിപ്രായങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്വയം ഒരു തീരുമാനത്തിൽ എത്താൻ ഒരു മനസ്സും തലച്ചോറും നമുക്ക് ഉണ്ടാവണം. അതെ, അതില്ലെങ്കിൽ ഭയങ്കര വിഷയം. പിന്നെ ഇതാണ്, അതായത് ഞാൻ പറഞ്ഞ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നവര്, നമ്മൾ സ്വയം ഒരു തീരുമാനം എടുത്ത് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാകണം. ഫസ്റ്റ് ബാച്ച് വണ്ടി ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് വേണം വണ്ടി എടുക്കാൻ. അതെ, നിങ്ങൾ ആ കൂടുതൽ നിർഭാഗ്യവാനായിരിക്കും ചിലപ്പോൾ. അത് സഹിക്കാനും അത് അനുഭവിക്കാനും തയ്യാറായിട്ട് ആ വണ്ടിയെ സ്നേഹിക്കാനും നമുക്ക് വരണം. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണം, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. സംശയത്തിന്റെ നിലയിലൂടെ ഒരു സാധനം എടുക്കരുത്. പിന്നെ നമ്മുടെ ആ സാധനമായിട്ട് നമ്മൾ സംശയത്തോടെ ജീവിക്കത്തുള്ളൂ. എന്ത് തീരുമാനം എടുത്താലും അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അത് നേരിടാൻ തയ്യാറായിട്ട് വേണം ജീവിതത്തിൽ എന്തും ചെയ്യാൻ. അത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതൊരു പെർഫെക്റ്റ് വണ്ടിയല്ല. ഈ ലോകത്ത് ഒരു സാധനം പെർഫെക്റ്റ് അല്ല. ഇതിനെ പെർഫെക്റ്റ് ആക്കുന്നത് ഇംപെർഫെക്റ്റ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. ജനറലായിട്ട് ഞാൻ പറയുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയല്ല. ഇതിന് പോരായ്മകൾ ഇഷ്ടം മാതിരി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഇതാണെങ്കിൽ മാത്രം എടുത്താൽ മതിയെന്നേ. നിങ്ങൾ മാർക്കറ്റിൽ എന്തോരം വണ്ടികളുണ്ട്. അതെ, ഇതല്ലാണ്ട് എന്തോരം വണ്ടികളുണ്ട്. ഇത് എന്താ പറയുക, നമ്മൾ ഇതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം ജീവിക്കുകയല്ല, ഒന്നില്ലേ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിച്ച് സമാധാനിച്ച് ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. ആകെ ഒരു ജീവിതമുള്ളൂ. അത് ഈ മറ്റുള്ളവർ വരുന്ന കുറ്റവും കേട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള അതിൻ്റെ കുറ്റവും കുറവും മാത്രം കണ്ട് കരഞ്ഞ് ജീവിക്കുന്നതിൽ ഒരു ദിവസം രാജാവായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ. അല്ലാണ്ട് ഈ മറ്റുള്ളവരെ ഈ കുറ്റം പറയുന്നവരെല്ലായിടത്തും കുറ്റം പറയും. ഇപ്പൊ എന്ത് നല്ല ഇതായാലും കുറ്റം പറയുന്ന ആരെങ്കിലൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ എവിടെയൊക്കെ കാണും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് മാത്രം നമ്മുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ പ്രശ്നം, ആ എന്താ ആരുടെ പ്രശ്നം, അതെന്താ നമ്മുടെ പ്രശ്നമാണ്.
കാരണം നിനക്കെന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് നീ കുറ്റം മാത്രം ഈ നെഗറ്റീവിലേക്ക് മാത്രം തല പോകുന്നത്. ജീവിതത്തിൽ സന്തോഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെ ഈ ഏറ്റക്കുറച്ചിലാണ് നമ്മളെ ജീവിതമാക്കുന്നത്. അതിൽ നമ്മൾ ഈ കുറവുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന പിന്നെ ജീവിതം നിറ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറിയ ചെറിയ നിമിഷങ്ങൾ ആദ്യത്തിരിക്കുക. ചിലപ്പോൾ വീട്ടുകാരുടെ കൂടെയുള്ള ചെറിയ നിമിഷമായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പുറത്തെവിടെയെങ്കിലും പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയെ നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ജീവിതത്തിന് എപ്പോഴും മധുരം നൽകുന്നത്. അത് നമ്മൾ അതായത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കമന്റ് കേട്ടിട്ടാണ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കാണാനിടയില്ലാത്ത ആൾക്കാർ പറയുന്ന അഭിപ്രായമാണ് നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്, ഈ ഭാരം പേറി നടക്കുന്നത്. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ അഭിപ്രായത്തിന് നമ്മുടെ തലയിൽ ഇടം കൊടുക്കുന്നത്? അവര് വാടക കൊടുക്കാണ്ട് അവിടെ താമസിക്കുകയാണ്. ഇറക്കി വിട്ടിട്ട് സ്വയം ജീവിതം ആസ്വദിക്കാൻ നോക്ക്. അതെ, അതായത് ഇനി അവസാനം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ ട്യൂട്ടനിൽ ഇതുവരെയും എനിക്കൊരു പ്രശ്നം നേരിട്ടിട്ടില്ല. നേരിടുമില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ നേരിടും. കാരണം ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻ്റൽ ബൈക്കാണ്. കമ്പനി പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരാം, അതിനെ ഞാൻ നേരിടുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എനിക്കില്ല. എനിക്ക് എൻ്റെ പർപ്പസിന് ഈ വണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പ്രശ്നത്തെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നു. എന്ത് വന്നാലും നമ്മൾ നേരിടും. ഇനിയിപ്പോ ഞാൻ ഇതിൽ ചാടി, ഇനി എന്താന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് പോകാനുള്ളൂ. ഞങ്ങൾ അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കും. വഴി കടന്നു കഴിഞ്ഞാൽ എടുത്തു നോക്കി കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റും ശരിയാക്കും. ഇനിയിപ്പോ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലോ ശരിയാക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. അത് നടന്നില്ല, എടുത്ത് പെരക്കകത്ത് കയറ്റി ഭിത്തി കയറ്റി വെക്കും. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഇതിനൊക്കെ എല്ലാത്തിനും നല്ലത് മാത്രം കണ്ടെത്തി ഇങ്ങനെ നേരിടുക, അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എനിക്ക് പറയാൻ. വേറെ എന്തെങ്കിലും മുന്നേ കൂട്ടിച്ചേർക്കാനുണ്ടോ? എനിക്കൊന്നും എനിക്ക് പറയേണ്ടല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഈ വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറയില്ല, മടുത്തു. ഇത് പറഞ്ഞിട്ട് ആൾക്കാരധികം കാണുന്നില്ലാത്തതുകൊണ്ടായിരിക്കും, ഇത് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക്. എന്തുകൊണ്ട് ആൾക്കാർ ചിന്തിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചോദിക്കുന്നത്. ഇത് അവസാനം ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതായത് ഇഷ്ടമുള്ളത് വാങ്ങുക, തീർച്ചയായും 100%. ഫോമോ, അതായത് നമ്മുടെ ഫീലിംഗ് ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് നമുക്കില്ല, നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടെന്നുള്ള ആ ചിന്തയുടെ പുറത്തൊരു സാധനത്തിൽ ചാടിക്കേറി വാങ്ങാണ്ടിരിക്കുക. ബൈക്ക് വാങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട വണ്ടി, ആ വണ്ടി വാങ്ങാൻ നമ്മൾ കല്യാണം കഴിക്കുന്നവരാ. അതായത് നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ള നമ്മുടെ കടമയാണ്. അടുത്ത കാര്യം, നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ വാങ്ങിച്ചോ അതിനെ നമ്മൾ സ്നേഹിക്കുക. അതെ, അത്രേ ഉള്ളൂ. പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ കൊടുത്തൊരു സാധനം വാങ്ങരുത്. ഇനി വാങ്ങിച്ചാൽ തന്നെ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് അത് വാങ്ങാനും ഒരു 5 കൊല്ലത്തേക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു പൈസ മൈൻഡിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക. 5 കൊല്ലമല്ല, മിനിമം 2 കൊല്ലമെങ്കിലും. പണി വന്നു കഴിഞ്ഞാൽ നന്നാക്കണം, പെട്രോൾ അടിക്കണം. ഇനി അവസാനമായിട്ട് നേരത്തെ പറഞ്ഞതല്ലേ, സംശയം ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ, ഒന്നിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ വേണ്ട, വേറെ വണ്ടികളുണ്ട്, വരും വേറെ വണ്ടി. എന്തോരം വണ്ടികളുണ്ട് മാർക്കറ്റിൽ ഈ സമയം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ADV അല്ലെങ്കിൽ ഏത് ബൈക്കുകളാണെങ്കിലും, കമ്പ്യൂട്ടർ വേണോ, നേക്കിഡ് വേണോ, മറ്റേ അഡ്വഞ്ചർ വേണോ, ഏത് വേണോ, മറ്റേ സ്പോർട്ട് ബൈക്ക് വേണോ, എല്ലാം കിട്ടും നമ്മുടെ അവിടെ. പല തരത്തിൽ പല ഇതിൽ കിട്ടും. അതുകൊണ്ട് എനിക്ക് അതായത് ഞാൻ അന്ന് ഒരു ചക്കരോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കയ്യിൽ ഉള്ള പൈസയ്ക്ക് അനുസരിച്ച് ആ പൈസയ്ക്ക് ഒതുങ്ങുന്ന മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി വാങ്ങാൻ നോക്കുക. അല്ലാണ്ട് മറ്റവൻ്റെ കയ്യിൽ അത് ആനയുണ്ട്, ഇവൻ്റെ കയ്യിൽ കടുവയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് നോക്കാൻ നിൽക്കരുത്. പലരുടെ കയ്യിൽ ജീവിത സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും വേറെയാണ്. പൈസ ഉള്ളവന് ഇതെല്ലാം നടക്കും. പൈസ കയ്യിലില്ലെങ്കിൽ അതിന് ഒതുങ്ങുന്ന സിമ്പിളായിട്ടൊരു വണ്ടി വാങ്ങി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വലിയ വണ്ടിയിലേക്ക് പോവുക. ഈ വണ്ടി ഇപ്പം വാങ്ങാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതിലും നല്ല വണ്ടി പിന്നെ വാങ്ങാൻ പറ്റും. അതായത് നമ്മൾ ഒരിക്കലും ഈ വണ്ടി വാങ്ങുന്നതിൻ്റെ പേര് നമ്മൾ പോയി കുരുക്കി ചാടരുത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് അതായത് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ളതിൽ ഇഷ്ടമുള്ള വണ്ടി. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ്, 1 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന നല്ലൊരു വണ്ടി വാങ്ങുക. 2 ലക്ഷമാണ് 2 ലക്ഷത്തിൽ ഒതുങ്ങുന്ന ഇഷ്ടപ്പെട്ടൊരു വണ്ടി വാങ്ങുക. 3 ലക്ഷം ഉണ്ടെങ്കിൽ 3 ലക്ഷത്തിൽ ഒതുങ്ങുക. നമ്മളിത് ഭയങ്കര ഒരു നിസ്സാരമുള്ളൊരു കണക്കാണ്. നമുക്കിത് നോക്കണം.
5 ലക്ഷം രൂപ കയ്യിലില്ലാണ്ട് ലോൺ എടുത്തിട്ട് 5 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങി ഇത് നോക്കാൻ ചെലവ് കൂടുതലാണ്. അതിനനുസരിച്ച് ചെലവ് കൂടുതലാണ്. അതാണ് ആരും മനസ്സിലാക്കാത്തൊരു കാര്യം. വെറുതെ ചെന്ന് കടക്കണിയിൽ വിട്ട് അല്ലെ വീട്ടുകാരെ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അല്ല ഞാൻ പിന്നെ രണ്ടാമത്തെ കാര്യം 450 ഞങ്ങള് പിന്നെ ഞാൻ അഡ്വഞ്ചർ 390 എക്സോ നോക്കിയാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചതാ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എന്തിനാണ് അത്രയും വില? കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂടെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി മതി. അതിന്റെ മേലെ പോകേണ്ട ഒരു ബൈക്ക് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ച തലയിലൊരു ഭാരമായി മാറിയിട്ട് പിന്നെ എപ്പോഴും വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മളൊരു ഇണയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. ആ വണ്ടിയെ കാണുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അതിനെ കാണുമ്പോൾ അയ്യോ ഇതിനെ വാങ്ങിപ്പോയല്ലോ എന്ന് തോന്നാതെ നമ്മൾ കാണുമ്പോൾ ആദ്യം കണ്ട അതേ രീതിയിലോ ഇടയ്ക്ക് നോക്കുമ്പോൾ ആൾക്കാർ പറയില്ലേ വണ്ടി വാങ്ങിയത് നല്ലതാണെന്ന് പറയണെങ്കിൽ നമ്മൾ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കിയാൽ നമ്മളത് കാണുമ്പോൾ ആദ്യം കണ്ടുമുട്ടി അതേ രീതിയിൽ നമുക്ക് എന്നും അതൊരു ആകാംക്ഷ ഉണ്ടാവും. വണ്ടി കയറി കീ കൊടുക്കുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവണം. വണ്ടികളിൽ ഈ നട്ടും ബോട്ടിലും ഓടുന്ന സാധനം ഇതിനൊക്കെ എന്തേലൊക്കെ സംഭവിക്കും. ഇതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ അടുത്ത കാര്യം, ദയവ് ചെയ്ത് വീട്ടുകാരെ സാധനം വാങ്ങാതിരിക്കുക. ഇനി അവരെന്തേലും വാങ്ങിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണോ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത്, അവരെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് വാങ്ങുക, സ്വീകരിക്കുക. വാങ്ങാൻ അതായത് സ്വീകരിക്കുക. അല്ല ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുക, ഈ വലിയ വണ്ടിയൊന്നും വാങ്ങാനൊക്കെ അവർക്ക് വണ്ടി വാങ്ങിത്തരും പറയും. ചെറിയ വണ്ടി അവരെ കൊണ്ട് അവരുടെ കൊക്കിൽ ഒതുങ്ങുന്ന വണ്ടി വാങ്ങിപ്പിക്കുക. എന്നോട് വെച്ചാൽ ഞാൻ വാങ്ങണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അത് വേറെ കാര്യം. അധ്വാനിച്ച് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും അന്തസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവര് ഈ വലിയ ചെറിയ പിള്ളേർക്ക് വലിയ വണ്ടി വാങ്ങി കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ചെറിയ വണ്ടി ഓടിച്ച് വണ്ടിയെ വാങ്ങിച്ചു കൊടുക്കരുതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അപ്പനും അമ്മയും ചെയ്ത പോലെ വീട്ടിലുള്ള വണ്ടി ഓടിച്ചാൽ മതി. അപ്പോൾ വീട്ടുകാരെ കണക്കിക്കണിയിലാക്കരുത്. കയ്യിലുള്ള പൈസക്ക് അനുസരിച്ച് ഇഷ്ടമുള്ളൊരു വണ്ടി വാങ്ങുക. പിന്നെ ഇതാണ് കയ്യിലുള്ള പൈസക്ക് വണ്ടി വാങ്ങുക മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കണം. പിന്നെന്താ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തോന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അതായത് വണ്ടി എടുക്കുമ്പോൾ നമ്മളൊരു ഇണയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്, വലിയൊരു കാമുകിയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. അപ്പോൾ അതിനോട് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. അതിനോട് സ്നേഹം ഇല്ലാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ദയവ് ഇത് ചെയ്യരുത്. ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതെപ്പോഴും നമ്മുടെ കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണ്. അതിന് തെറ്റും കുറവുകളും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങിയാൽ നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അത് വലിയൊരു പ്രശ്നമായിട്ട് തീരും. അപ്പോൾ അതിനിടവരുത്താതിരിക്കട്ടെ. പിന്നെ എക്സ്പൾസ് നല്ലതാണോ ഒന്ന് ചോദിച്ചാൽ, അത് ഇതിനോട് വെറുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ, ഇതുവരെ നല്ല വണ്ടിയാണ്, നമുക്ക് ഒരു പ്രശ്നം വരും. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ 100% റെക്കമെൻഡ് ചെയ്യുന്നു വാങ്ങാൻ. അതൊരു ഓഫ് റോഡ് പോകാൻ, യാത്ര ചെയ്യാൻ, മല കയറാൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കോ, 100% ഗ്യാരണ്ടി. ഈ വീഡിയോ എങ്ങാനും നല്ല ഹിറ്റായി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലും കമന്റ് വരും, പൈസ കൊടുത്തിട്ട് എന്താക്കി ഒരു പൈസ ഇല്ല, സ്വന്തം പൈസ കൊടുത്ത് 20,000 രൂപ ഇൻട്രസ്റ്റും കൊടുത്തിട്ട് ലോൺ അടച്ചിട്ടാണ് വണ്ടി വാങ്ങിച്ചത്. കഴിഞ്ഞ മാസം ലോണെല്ലാം അവിടെ അടച്ചു തീർത്തുള്ളൂ. അതെ, നമുക്കിത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്താ, ആ വണ്ടി നല്ല വണ്ടിയാ. ഹിമാലയനാണെങ്കിൽ നമ്മൾ നല്ലത് പറയും. കാരണം അത് ഓടിച്ചിട്ട് നല്ല വണ്ടി. നമ്മുടെ ആക്റ്റീവ ഉണ്ട് 2013, നല്ല വണ്ടിയാ, ഒരു വിഷയമല്ല. ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ഒരു കുഴപ്പമില്ല. ഇപ്പൊ 2 കൊല്ലം നിർത്തിയിട്ടാലും സ്റ്റാർട്ടർ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും സാധനം. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ അഭിപ്രായങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു സാധനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ വിലയിരുത്തുന്നത്. എനിക്ക് ഇപ്പോൾ നമ്മളതാ പറഞ്ഞത്, അല്ലാണ്ട് ഈ വണ്ടി പോയി വാങ്ങണം എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടാണ് പറഞ്ഞത്. പിന്നെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാത്തൊരു ഒന്നുകൂടെ കൃത്യമായിട്ട് കേട്ടോളുക. പൈസ കയ്യിലുള്ള പൈസക്ക് വാങ്ങുക, വെറുതെ പ്രശ്നം വരുത്തി വെക്കരുത്. ഇത് എക്സ്പൾസ് അല്ല പ്രശ്നം, കമ്പനി ഹീറോ ആണ് പ്രശ്നം. അവരുടെ തെറ്റുകൊണ്ട് ആ വണ്ടി റെപ്യൂട്ടേഷൻ നാശമായി പോയതാണ് ആ വണ്ടിയുടേത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വിൽക്കുന്ന നല്ല ബൈക്കുകളിലൊരു നല്ല ബൈക്കാണത്. അത് ആ രീതിയിൽ ഓടിച്ചവർക്ക് അത് അറിയാം. ഞാൻ പറഞ്ഞ സത്യം 100% ഞങ്ങൾ മോശം എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് നമുക്കിപ്പോൾ ഒന്നും അവർ നിർഭാഗ്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അതില് ഇതായിപ്പോയി അതില് അല്ല, വേണമെങ്കിൽ എന്താ പറയുക, മോശം അനുഭവം ഉണ്ടായാലും വേറെ രീതിയിൽ മാറ്റി നമുക്ക് എടുക്കായിരുന്നു അതിനെ.
നമുക്ക് അതിനെ നല്ല രീതിയിൽ കാണാമായിരുന്നു. നമുക്ക് അതിന്റെ നല്ല ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് എന്താ അവർക്ക് സംഭവിച്ചനുസരിച്ച് നല്ല എന്തെങ്കിലും തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നല്ലതായിട്ട് ഇരിക്കുക. ഇതാണ് അവരെ ഇതാക്കിയതിന് കാരണക്കാര് ഈ ഹീറോ കമ്പനിയാണ്, കമ്പനിയും സർവീസും ആണ്. ഇപ്പൊ ഞാനെന്താ പറയുന്നത് തന്നെ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറ്റം പറയാനോ ഇതിന് വേണ്ടി നമ്മൾ വീഡിയോ ഉണ്ടാക്കും, ഇതിനെ ഇന്ന സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് ശരിയാക്കും, പിന്നെ ഓടിക്കും. അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചുള്ള അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് നമ്മുടെ ഇതിലെ ഏറ്റവും വലുതായിരിക്കും. ഇതുവരെ കുറെ പറയണ്ടത് എല്ലാം പറഞ്ഞു തീർത്തു. മൊത്തം പറയാൻ കുറച്ച് നാളായിട്ട് ഇത് എടുക്കണം എന്ന് വിചാരിച്ചോണ്ടിരുന്ന. അതെ, മറ്റേലെടുത്തായിരുന്നു ഇപ്പൊ ഒരു 10-15 മിനിറ്റ് വീഡിയോ ആയെന്നെ. ഇതിപ്പോ രണ്ടുപേരോട് സംസാരിച്ചിരിക്കുന്ന 2 മണിക്കൂറൊക്കെ ആയി തോന്നുന്നു. അതെ. അപ്പോ ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേട്ടിട്ട്. പിന്നെ നീ എന്താ പറഞ്ഞു? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ തന്നെ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങുക, വീട്ടുകാരെ കടക്കണി കൊണ്ട് ചാടിക്കാതിരിക്കുക. അവനവൻ എടുക്കുന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം അവനവൻ തന്നെ എടുക്കുക. കുറ്റപ്പെടുത്താതെ വണ്ടിയെ അവരുടെ അഭിപ്രായം ഇതാക്കാനോ നിൽക്കരുത്. അപ്പോൾ വണ്ടിയെ സ്നേഹിക്കുക, യാത്രകൾ ചെയ്യുക. ഈ വണ്ടി വാങ്ങേണ്ടവർ ഈ വണ്ടി വാങ്ങി മലയും കാടും കയറി എക്സ്പ്ലോർ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം അത്രേ ഉള്ളൂ. സമയത്രേ 12:10